ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും എല്ലാ ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. സുവോളജിയിലെ പുതിയൊരു ചാപ്റ്റർ. അപ്പോൾ ചാപ്റ്റർ പേര് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആക്ച്വലി നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡീകോഡ് ചെയ്യാം. അപ്പം നമ്മൾ ലൈൻ ബൈ ലൈൻ സീരീസ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളിവിടെ ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, പല തരത്തിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളും എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യണം അല്ലേ. കൺട്രോൾ ചെയ്യുകയും വേണം, അതോടൊപ്പം തന്നെ കോർഡിനേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനുമായിട്ട് സഹായിക്കുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റങ്ങളാണ്. അതിലൊരെണ്ണമാണ് നമ്മുടെ നെർവസ് സിസ്റ്റം അഥവാ ന്യൂറൽ സിസ്റ്റം, രണ്ടാമത്തേത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമാണ്. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് സിസ്റ്റംസ് ആണ് ആക്ച്വലി നമ്മുടെ ബോഡിയിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞു, ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റവും, പിന്നെ മറ്റൊന്നാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് പേര് കൊടുത്തിരിക്കുന്നത്? ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കി, നിങ്ങളുടെ NCERT ടെക്സ്റ്റിലെ ഒരു ഭാഗമാണ് നൽകിയിരിക്കുന്നത്. നോക്കാം. ആസ് യു നോ, ദ ഫങ്ഷൻസ് ഓഫ് ദ ഓർഗൻസ് or organ systems in our body must be coordinated to maintain homeostasis. അതായത് നമ്മുടെ ബോഡി ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ഓർഗനുകളും അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റംസും കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം. അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കപ്പെടണം, കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു കൃത്യമായ ഒരു ഇക്വിലിബ്രിയം അഥവാ ഹോമിയോസ്റ്റാസിസ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു സന്തുലനാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പോൾ ആ ഒരു ഹോമിയോസ്റ്റാസിസ് ഇക്വിലിബ്രിയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയെ സഹായിക്കുന്ന സിസ്റ്റംസ് നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. കോർഡിനേഷൻ ഇസ് ദ പ്രോസസ് ത്രൂ വിച്ച് 2 or more ഓർഗൻസ് ഇന്ററാക്ട് ആൻഡ് കോംപ്ലിമെന്റ് ദ ഫങ്ഷൻസ് ഓഫ് വൺ അനദർ. മക്കളെ ഇവിടെ നിന്ന് നോക്കി, കോർഡിനേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനിഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നാ അല്ലേ. അതായത് ഇവിടെ കൃത്യമായ രീതിയിൽ നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഏകോപിപ്പിക്കുന്നുണ്ട് അല്ലേ, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മുടെ സ്കൂളിൽ പല ടീച്ചേഴ്സ് ഉണ്ട്, പല സബ്ജക്ട്സിന്റെ ടീച്ചേഴ്സ് ഉണ്ട് അല്ലെ, പല ക്ലാസ്സുകളുണ്ട്, അവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു സ്കൂളിലെ എല്ലാവിധ ആൾക്കാരെയും കൺട്രോൾ ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു മെയിൻ ആയിട്ടൊരു ഹെഡ് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പൽ ഉണ്ടാവും, അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് സബോർഡിനേറ്റ്സ് ആയിട്ട് വൈസ് പ്രിൻസിപ്പൽ ഉണ്ടാവും അല്ലെ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ ആക്ച്വലി പ്രിൻസിപ്പൽ എന്താ? ആ ഒരു ഹെഡായിട്ട് ആക്ട് ചെയ്യില്ല ഇൻസ്റ്റിറ്റ്യൂഷന്റെ. അദ്ദേഹമാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ടോട്ടൽ കാര്യങ്ങളെ അവിടെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഇതുപോലെ കൺട്രോളിങ്ങും കോർഡിനേഷനും നടക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിലൊരു വേർഡാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോർഡിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് 2 or more ഓർഗൻസ് ഇന്ററാക്ട്. രണ്ടിലധികമോ ഓർഗൻസ്, അവയവങ്ങൾ എന്ത് ചെയ്യാണ്? ഇന്ററാക്ട് ചെയ്യുകയും ആൻഡ് കോംപ്ലിമെന്റ് ദ ഫങ്ഷൻസ് ഓഫ് വൺ അനദർ. രണ്ടുപേരുടെ ഈ പറയുന്ന രണ്ടിലധികമോ ഉള്ള ആ ഒരു ഓർഗൻസിന്റെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ഫങ്ഷൻ അവിടെ എന്ത് ചെയ്യാണ്? ഒരുമിച്ച് കൊണ്ടുപോകണം, ഒരേപോലെ ഒരുമിച്ച് എന്ത് ചെയ്യാണ്? കൊണ്ടുപോവുകയാണ്. ഓക്കെ, അതായത് ഇവിടെ രണ്ടും ഒന്നിലധികമോ ഓർഗൻസ് അവിടെ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ ഫങ്ഷൻസും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട്, ഏകോപിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ബോഡിയിലെ സിസ്റ്റങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിക്കുന്ന സിസ്റ്റമാണ് ആക്ച്വലി നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ വി ഡു ഫിസിക്കൽ എക്സസൈസസ്, ദ എനർജി ഡിമാൻഡ് ഈസ് ഇൻക്രീസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് ഇൻക്രീസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് എനർജി അല്ലെങ്കിൽ ഊർജം ആവശ്യമാണ്
അല്ല, അതല്ലേ പറയണേ. ഫോർ എക്സാമ്പിൾ, വെൻ വി ഡു ഫിസിക്കൽ എക്സസൈസ് ദ എനർജി ഡിമാൻഡ് ഇസ് ഇൻക്രീസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് ഇൻക്രീസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി. നമ്മുടെ ശരീരത്തിലെ പേശികളുടെ വർക്കിന് കൃത്യമായ രീതിയിലുള്ള മസ്കുലർ ആക്ടിവിറ്റി നടക്കണമെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ മസിൽസ് അല്ലേ അവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ മസ്കുലർ ആക്ടിവിറ്റി കൃത്യമായ രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നടക്കണമെങ്കിൽ അവിടെ അഡീഷണൽ എമൗണ്ട് ഓഫ് എനർജി അത്യാവശ്യമാണ്. ഓക്കെ, ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ഈസ് ഓൾസോ ഇൻക്രീസ്. അപ്പോൾ എനർജി അവിടെ കൂടുന്നു, എനർജി അത്യാവശ്യമാണ്, എനർജിയുടെ ഡിമാൻഡ് അവിടെ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് വേണമെന്നാണ് പറയണേ? സപ്ലൈ ഓഫ് ഓക്സിജൻ ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ആ എനർജി കൂടുതലായിട്ട് വേണമെങ്കിൽ അവിടെ എന്ത് വേണം? ഓക്സിജന്റെ അളവ് കൂടുതലായിട്ട് വേണം. ദ ഇൻക്രീസ്ഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ നെസസിറ്റേറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ, ഹാർട്ട് ബീറ്റ് ആൻഡ് ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ വയ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതൊക്കെ? ഈ പറയുന്ന ഈ ഒരു ഓക്സിജന്റെ ഡിമാൻഡ് മാത്രമല്ല, അല്ലെങ്കിൽ ഓക്സിജന്റെ ഇൻക്രീസിങ് മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു എനർജി വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനർജി വേണമെങ്കിൽ അവിടെ എന്തിന്റെ ഡിമാൻഡ് കൂടുതലായിട്ട് വരും? ഓക്സിജന്റെ ഡിമാൻഡ് കൂടുതലായിട്ട് വരും. പിന്നെ ആ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലായിട്ട് വരണമെങ്കിൽ റെസ്പിറേഷന്റെ റേറ്റ് അവിടെ കൂടും. റെസ്പിറേഷന്റെ റേറ്റ് കൂടുന്നതിനോടൊപ്പം തന്നെ ഹാർട്ട് ബീറ്റ് കൂടും, അല്ലേ? ഹാർട്ട് ബീറ്റ് കൂടും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യാണ്? ബ്ലഡ് വെസലിലൂടെയുള്ള രക്തക്കുഴലുകളിലൂടെയുള്ള ബ്ലഡ് എന്താണ് ആ ഒരു ബ്ലഡ് ഫ്ലോയും എന്ത് ചെയ്യാണ്? അവിടെ കൂടുകയാണ്. അപ്പോൾ പല പല കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അവിടെ കോർഡിനേറ്റ് ചെയ്തല്ലേ നടക്കുന്നത്. വെൻ ഫിസിക്കൽ എക്സസൈസ് ഇസ് സ്റ്റോപ്ഡ്, ദ ആക്ടിവിറ്റീസ് ഓഫ് nerves, lungs, heart and kidney gradually return to their normal condition. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത്രത്തോളം എനർജി ആവശ്യമില്ല, അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നേരത്തെ എന്തൊക്കെ ഫങ്ഷൻസ് ആണോ ഇൻക്രീസ് ചെയ്തത് അവരെല്ലാം എന്ത് ചെയ്യണം? ബാക്ക് ടു ദെയർ നോർമൽ കണ്ടീഷൻ, അല്ലേ? അവരെല്ലാം എന്ത് ചെയ്യണം? നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ അത് തന്നെ സംഭവിക്കും. ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ബാക്കി പഴയ പോലെ ഉള്ള പൊസിഷനിൽ നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തിരിച്ചു വന്നേ പറ്റൂ. അതെല്ലാം തിരിച്ച് നോർമൽ കണ്ടീഷനിലോട്ട് വരണം. അങ്ങനെ നോർമൽ കണ്ടീഷനിലോട്ട് വരണമെങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ നടക്കണം. കൂടണമെങ്കിലും കുറയണമെങ്കിലും അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിലോട്ട് വരണമെങ്കിൽ അവിടെ എല്ലാം എന്ത് നടക്കണം? ഒരു ഏകോപനം, കൃത്യമായ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ നടന്നേ പറ്റുകയുള്ളൂ. Thus the functions of muscles, lungs, heart, blood vessels, kidney and other organs are coordinated while performing physical exercise. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ വിവിധ ഓർഗനുകൾ, ഇപ്പോൾ പറഞ്ഞ മസിലുകൾ, ലങ്സ്, ഹാർട്ട്, കിഡ്നി, ബ്ലഡ് വെസലുകൾ, അങ്ങനെ പല ഓർഗൻസിൻ്റെയും ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരേ സമയം തന്നെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. In our body, the neural system and the endocrine system jointly coordinate and integrate all the activities of the organs so that they function in a synchronized fashion. ആ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് നിങ്ങൾ നോക്കി, ഇവിടെ പറഞ്ഞ പോയിന്റ് ഇത്രയാണ്. എന്താ? നമ്മുടെ ബോഡിയിൽ ന്യൂറൽ സിസ്റ്റവും അതോടൊപ്പം തന്നെ എൻഡോക്രൈൻ സിസ്റ്റവും ഒരുമിച്ച് ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്തിനാ? നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാനും ഏകോപിപ്പിക്കാനും കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും സഹായിക്കുന്ന നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രണ്ട് സിസ്റ്റംസ് ആണ്. ഒന്ന് ന്യൂറൽ സിസ്റ്റവും മറ്റൊന്ന് എൻഡോക്രൈൻ സിസ്റ്റവും. ഇത് തുടക്കത്തിൽ തന്നെ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ. ഓക്കെ വെക്കാലോ. പിന്നെ കോർഡിനേഷൻ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക, നമ്മുടെ ശരീരത്തിൽ രണ്ട് സിസ്റ്റംസ് ഉണ്ട് കൺട്രോളും കോർഡിനേറ്റും ചെയ്യാനായിട്ട്. ആ സിസ്റ്റങ്ങളുടെ പേര് എന്തൊക്കെയാണ്? ഏതൊക്കെയാ? ന്യൂറൽ സിസ്റ്റവും ഉണ്ട്, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റവും ഉണ്ട്, എൻഡോക്രൈൻ സിസ്റ്റവും ഉണ്ട്. ക്ലിയർ ആണേ? അടുത്ത് നോക്കാം. ദ ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് ഓഫ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ഫോർ എ ക്വിക്ക് കോർഡിനേഷൻ. അപ്പോൾ ആ ഒരു പോയിന്റ് നോക്കി നമ്മുടെ ന്യൂറൽ സിസ്റ്റം എന്നതാ ചെയ്യുന്നത്, അതാ പറയുന്നത്. അപ്പോൾ നോക്കി, ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ ഓർഗനൈസ്ഡ് നെറ്റ്വർക്ക് ഓഫ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ. അതായത് ആക്ച്വലി ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, എല്ലായിടവും എത്തുന്ന, കൃത്യമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ്. എങ്ങും വിടുന്നില്ല. നമ്മൾ പറയത്തില്ലേ, മുക്കും മൂലയിൽ നിന്ന് നമ്മൾ പറയുന്ന പോലെ എല്ലാ പോയിന്റ് നമ്മുടെ ബോഡിയിൽ എന്താ പറയുന്ന ഹെഡ് തൊട്ട് നമ്മുടെ ആ ഒരു ഫീറ്റ് വരെ എന്ത് സംഭവിക്കുകയാണ്? എല്ലാം ആ ഒരു ഓരോ പോയിന്റും അവർ വിടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ്, അല്ലെ പോയിന്റ് ടു പോയിന്റ് കോർഡിനേഷൻ ആണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന ന്യൂറൽ സിസ്റ്റം ചെയ്യുന്നത്. അത് മാത്രമാണ് അവരുടെ പ്രത്യേകത, ക്വിക്ക് കോർഡിനേഷൻ ആണ്. ഓർത്ത് വെച്ചിരിക്കുക, ന്യൂറൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ് ടു പോയിന്റ് കണക്ഷൻസ് ഉള്ള അതിന്റെ നെറ്റ്വർക്ക് ആണ് ഇവിടെ കാണപ്പെടുക ന്യൂറൽ സിസ്റ്റത്തിൽ. അത് മാത്രവുമല്ല, അവർ എങ്ങനെയാ ക്വിക്ക് കോർഡിനേഷൻ, വളരെ വേഗത്തിലുള്ള കോർഡിനേഷൻ ആണ് ന്യൂറൽ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. The endocrine system provides chemical integration through hormones. അതും പഠിക്കണം.
അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നിരുന്നു, ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവുമാണ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരും കൺട്രോളും കോർഡിനേറ്റും ചെയ്യുമെങ്കിൽ പോലും രണ്ടുപേരും രണ്ട് തരത്തിലാണ് മക്കളെ അത് ചെയ്യുന്നത്. ന്യൂറൽ സിസ്റ്റം ചെയ്യാന്ന് വെച്ചാൽ എന്താ, പോയിന്റ് ടു പോയിന്റ് നെറ്റ്വർക്ക് ഓഫ് പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ് അവർ നമ്മുടെ ബോഡികൾക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവർ കോർഡിനേറ്റ് ചെയ്യും. ആരാ? ഈ പറയുന്ന ന്യൂറൽ സിസ്റ്റം. അതേസമയം ന്യൂറൽ സിസ്റ്റം ചെയ്യുന്നത് പോലെ അല്ല എൻഡോക്രൈൻ സിസ്റ്റം കോർഡിനേറ്റ് ചെയ്യണത്. എൻഡോക്രൈൻ സിസ്റ്റം കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കി, കെമിക്കൽസ് വഴിയാണ്. ഓക്കെ, കെമിക്കൽ ഇന്റഗ്രേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ കെമിക്കൽസിനെ നമ്മളൊരു പേര് വിളിക്കും, ദാറ്റ് ഈസ് ഹോർമോൺസ്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് കെമിക്കൽ ഇന്റഗ്രേഷൻ ആണ്, അതും ഹോർമോൺസ് വഴി. ഓക്കെ, ഇത് നിങ്ങൾ പഠിക്കും വേറൊരു ചാപ്റ്റർ. ഹോർമോൺസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണെന്നൊക്കെ പഠിക്കും നമ്മൾ. ഇനി അടുത്തൊരു ചാപ്റ്റർ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, ഇൻ ദിസ് ചാപ്റ്റർ യു വിൽ ലേൺ അബൌട്ട് ദ ന്യൂറൽ സിസ്റ്റം ഓഫ് ഹ്യൂമൻ, mechanism of neural coordination like a transmission of nerve impulse conduction across a synapse and the physiology of reflex action. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമല്ല, ആ ന്യൂറൽ കോർഡിനേഷന്റെ മെക്കാനിസം എങ്ങനെയാണ്, അതെങ്ങനെയാണ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഒരു സിനാപ്സിലൂടെയുള്ള ഇമ്പൾസ് കണ്ടക്ഷൻ എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ റിഫ്ലെക്സ് ആക്ഷന്റെ ഫിസിയോളജി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഒരു NCERT ടെക്സ്റ്റിന് അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോയാലോ? അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂറൽ സിസ്റ്റം. അപ്പൊ ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോവാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു തീർത്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂറൽ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പൊ നോക്കിയാലോ, the neural system of all animals is composed of highly specialized cells called neurons, which can detect, receive, transmit different kinds of stimuli. അപ്പോൾ ഇവിടെ നോക്കി, ന്യൂറൽ സിസ്റ്റം, ആനിമൽസിന്റെ ന്യൂറൽ സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെല്ല് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിനുള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ന്യൂറോണുകൾ എന്ന് പറയുക. അപ്പൊ ന്യൂറോണുകൾ എന്ന് പറയുമ്പോൾ എന്തുമായി ബന്ധപ്പെട്ടതാ? ന്യൂറൽ സിസ്റ്റം അഥവാ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താ? അവർക്ക് അവരുടെ ആ ഒരു ഫംഗ്ഷൻ എന്താ? വാട്ട്സ് എ ഫംഗ്ഷൻ ഓഫ് ന്യൂറോൺസ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി ന്യൂറോൺസ് ഇരിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞു നെർവസ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ് ന്യൂറോൺസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ എന്താന്ന് നോക്കി, ദേ ക്യാൻ ഡിറ്റക്ട്, റിസീവ് ആൻഡ് ട്രാൻസ്മിറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റിമുലൈ. നമ്മുടെ ബോഡിയിലുള്ള സ്റ്റിമുലസ്, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസ്, പലതരത്തിലുള്ള സ്റ്റിമുലസിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, ഇന്ന സ്റ്റിമുലസ് എത്തി, അതിനെ ഡിറ്റക്ട് ചെയ്തു, അതിനെ റിസീവ് ചെയ്തു, അതിനെ സ്വീകരിച്ചു, അതിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം സഹായിച്ചത് ആരാണ്? ന്യൂറോണുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, നമ്മളിപ്പോ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ചൂടുള്ള ഒരു വസ്തുവിൽ നമ്മൾ തൊട്ടു, വളരെ പെട്ടെന്ന് നമ്മൾ എന്തോ ചെയ്യും? കൈവലിക്കും. മക്കളപ്പോൾ ഈ ഒരു പെട്ടെന്ന് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ ബോഡിയിൽ ആ ഒരു ന്യൂറോൺ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അല്ലെങ്കിൽ ആ ചൂടിൽ കൈ വെച്ചോണ്ടിരിക്കത്തില്ലയോ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചിന്തിക്കേണ്ട കാര്യത്തിലുള്ള ഒരു സ്റ്റിമുലസ് മാത്രമല്ല, പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസുകളെ ഡിറ്റക്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ സ്പെഷ്യലൈസ്ഡ് സെല്ലുകളായിട്ടുള്ള ന്യൂറോണുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ന്യൂറോൺസ് നാഡീകോശം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പൊ ഇനി നോക്കുക, ദ ന്യൂറൽ ഓർഗനൈസേഷൻ ഇസ് വെരി സിമ്പിൾ ഇൻ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ്. അപ്പൊ നമുക്കറിയാം നമ്മൾ വേർട്ടിബ്രേറ്റുകളാണ്, ഹ്യൂമൻ ബീങ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹയർ ഓർഗാനിസം ആണ്. അപ്പൊ ഹയർ ഓർഗാനിസത്തിന്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? കോംപ്ലെക്സ് ആണ് അല്ലെ? അതേസമയം ഇൻവെർട്ടിബ്രേറ്റ്സ്, ലോവർ ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ്, നമ്മൾ ആനിമൽ കിങ്ഡം ചാപ്റ്റർ പഠിച്ചില്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഇൻവെർട്ടിബ്രേറ്റ്സ് ഒക്കെ. അപ്പൊ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെയുള്ള ന്യൂറൽ സിസ്റ്റം നമ്മളെ പോലെ കോംപ്ലെക്സ് ആയിരിക്കുമോ? അല്ല, അതെവിടെ പറയുന്നേ, അവര് ഈ പറയുന്ന ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ ന്യൂറൽ സിസ്റ്റം വളരെ സിമ്പിൾ ആയിരിക്കും, കോംപ്ലെക്സ് ആയിരിക്കുകയില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരു ലോവർ ഇൻവെർട്ടിബ്രേറ്റ് ആണ് ആരെന്ന് പറയാം? ഹൈഡ്ര. ഓക്കെ, ഇൻ ഹൈഡ്ര ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ്. ഹൈഡ്രയുടെ കേസ് നോക്കുകയാണെങ്കിൽ അതൊരു ലോവർ ഇൻവെർട്ടിബ്രേറ്റ് ആണ്. അതിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന പോലെ ന്യൂറൽ കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടം അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്തുണ്ടാവും? ന്യൂറോൺസിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. ആരുടെ കേസിലാ? ഹൈഡ്രയുടെ കേസിൽ. ദ ന്യൂറൽ സിസ്റ്റം ഇസ് ബെറ്റർ ഓർഗനൈസ്ഡ് ഇൻ ഇൻസെക്ട്സ് where a brain is present along with a number of ganglia and neural tissue.
The vertebrates have a more developed neural system. അപ്പോൾ ഇവിടെ മക്കളെ നോക്കി, ഇവിടെ പറഞ്ഞ ഹൈഡ്രയുടെ കേസിൽ ഹൈഡ്രയുടെ ലോവർ ഇൻവെർട്ടിബ്രേറ്റ് ആണ്. അപ്പോൾ കുറച്ചുകൂടി സിംപ്ലർ ആയിരിക്കും എന്തെന്ന് പറയാ, ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രയുടെ കേസിൽ ന്യൂറോണുകളുടെ നെറ്റ്വർക്ക് അവരുടെ കേസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ കൺട്രോളിങ് അതിനനുസരിച്ചായിരിക്കും നടക്കുക. കാരണം ലോവർ ഇൻവെർട്ടിബ്രേറ്റ് ആയിട്ടൊരു ജീവിയാണ് ഹൈഡ്ര എന്ന് പറയുന്നത്, നമ്മളെ പോലെയല്ല. പിന്നെ പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള, ഹൈഡ്രയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് ഇൻസെക്ട് എന്ന് പറയാം, അല്ലേ? ഫൈലം ആർത്രോപോഡയിൽ വരുന്നവർ ഇൻസെക്ട്സ്. അപ്പൊ ഇൻസെക്ട്സിന്റെ കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നോക്കി, വേറെ ബ്രെയിൻ ഈസ് പ്രസന്റ് അലോങ് വിത്ത് എ നമ്പർ ഓഫ് ഗാംഗ്ലിയ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഇൻസെക്ടിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നെർവസ് സിസ്റ്റം നോക്കുമ്പോൾ അതിനുള്ളിൽ ബ്രെയിൻ ഉണ്ട്. ബ്രെയിൻ മാത്രമാണോ, ബ്രെയിനോടൊപ്പം തന്നെ അവിടെ ഒരുപാട് ഗാംഗ്ലിയ ഉണ്ടാവും. ബ്രെയിൻ ഉണ്ട്, ഗാംഗ്ലിയ ഉണ്ട്, പിന്നെ എന്തുണ്ടെന്ന് പറയാൻ ന്യൂറൽ ടിഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇവയെല്ലാം കൂടെ ചേർന്നതായിരിക്കും ആരുടെ കേസിൽ, ഇൻസെക്ടിന്റെ കേസിൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. The vertebrates have a more developed neural system. അതേസമയം വെർട്ടിബ്രേറ്റുകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൂടെ ഓർത്ത് വെക്കാലോ. വെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ മോർ ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂറൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ തന്നെ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കണം, അതായത് ന്യൂറൽ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സെല്ലുകൾ ഉണ്ട്, അതിന്റെ പേര് ന്യൂറോൺ. ന്യൂറോണിന്റെ ഫംഗ്ഷൻ ഡിറ്റക്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും സഹായിക്കും. എന്തിനാ ഡിറ്റക്ട് ചെയ്യാനും റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനുമാണ്, ഡിഫറെന്റ് സ്റ്റിമുലസുകളെ. പിന്നെ നമ്മൾ പറഞ്ഞു ഹൈഡ്ര എന്ന് പറയുന്ന ലോവർ ഇൻവെർട്ടിബ്രേറ്റ് ആണ്. അവരുടെ ബോഡിയിൽ ഈ ന്യൂറൽ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കുന്നത് നെറ്റ്വർക്ക് ഓഫ് ന്യൂറോണിന്റെ സഹായത്തോടു കൂടി. ഇൻസെക്ട്സിന്റെ കേസ് നോക്കിയാൽ ബ്രെയിൻ ഗാംഗ്ലിയ, അതോടൊപ്പം തന്നെ ന്യൂറൽ ടിഷ്യൂസ് ആണ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പിന്നീട് വെർട്ടിബ്രേറ്റിന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് ആണ് അവരുടെ ബോഡിയിൽ, ന്യൂറൽ ടിഷ്യൂസ് ഒക്കെ ചേർന്നുള്ള കൺട്രോളിംഗ് ആണ് അവരുടെ ബോഡിയിൽ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ. നമുക്കിനി ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. ഹ്യൂമൻ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. അപ്പം നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താ നോക്കി, ദ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം, PNS. ഒന്നുകൂടെ പറയാം, പറഞ്ഞിത്രയേ ഉള്ളൂ. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം, മക്കളെ ന്യൂറൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നെർവസ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതിൽ ഒന്നാമത്തതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം, രണ്ടാമത്തതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് സെൻട്രൽ ന്യൂറൽ സിസ്റ്റവും പെരിഫറൽ ന്യൂറൽ സിസ്റ്റവും. അപ്പൊ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ അബ്രീവിയേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, CNS. അപ്പൊ CNSന്റെ ഫുൾ ഫോം എന്താ, സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. ഇനി അടുത്ത് നോക്കേ, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. അപ്പൊ അതിനെ എങ്ങനെ അബ്രീവിയേറ്റ് ചെയ്ത് എഴുതും, PNS. അപ്പൊ PNSന്റെ ഫുൾ ഫോം പറഞ്ഞേ, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ഓക്കെ, അടുത്ത് നോക്കാം. The CNS, that is a central neural system that includes brain and the spinal cord. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനുള്ളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്, ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ്, ഈ പറഞ്ഞ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും കൺട്രോളിങ്ങും നടക്കുന്നത്. അപ്പം നമ്മുടെ ബോഡിയിലെ വിവിധ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും നമ്മുടെ ബോഡിക്കകത്തുള്ള ഇൻഫർമേഷനുകളെ കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ വെച്ചിട്ടാ. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ്, ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആൻഡ് കൺട്രോൾ. അടുത്തതാര രണ്ടാമത്തെ ഭാഗമാണ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ എന്തുണ്ടെന്ന് നോക്കിയേ. പെരിഫറൽ ന്യൂറൽ സിസ്റ്റം കംപ്രൈസസ് ഓഫ് all the nerves of the body associated with the central neural system, that is the brain and spinal cord. അതായത് നമ്മുടെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലെ അംഗങ്ങളായ ബ്രെയിനും സ്പൈനൽ കോഡും അവയുമായി ബന്ധപ്പെട്ട എല്ലാവിധ നെർവുകളും അടങ്ങിയിരിക്കുന്ന സിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. മക്കളെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ ബ്രെയിനിൽ നിന്നും വരുന്ന നെർവ്, സ്പൈനൽ കോഡിൽ നിന്നും വരുന്ന നെർവ്. അപ്പൊ അങ്ങനെ ഒരുപാട് നെർവ്സ് ഉണ്ടാവില്ലേ, ഇവയെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഏതെന്ന് പറയാ, പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. ഓക്കെ ആണല്ലോ.
The nerve fibers of the peripheral neural system are of two types. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിലെ നെർവ് ഫൈബറുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. അപ്പൊ എന്താണ് CNS, എന്താണ് PNS എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഈ പറഞ്ഞ പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിനകത്തുള്ള നെർവ് ഫൈബറുകളെ നമ്മൾ പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? രണ്ടായി തരംതിരിക്കുന്നു. ഓക്കെ, അത് ഓർത്തു വെച്ചിരിക്കാം. ഏതൊക്കെയാന്ന് നോക്കേ, അഫറന്റ് ഫൈബേഴ്സും ഇഫറന്റ് ഫൈബേഴ്സും. ഏതൊക്കെയാണ്? അഫറന്റ് ഫൈബേഴ്സും ഇഫറന്റ് ഫൈബേഴ്സും. അപ്പൊ അവ ഓരോന്നും എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താന്ന് നോക്കാം. The afferent nerve fibers transmit impulses from tissues or organs to the central nervous system. അപ്പൊ നിങ്ങൾ നോക്കിയേ, അഫറന്റ് നെർവ് ഫൈബറുകൾ എന്താ ചെയ്തതെന്ന് നോക്കി. അഫറന്റ് നെർവ് ഫൈബറുകൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. They transmit impulses from tissues or organs. ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത ആൾക്കാരാണ് അഫറന്റ് നെർവ് ഫൈബറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പൾസുകളെ ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗനുകളിൽ നിന്നും എങ്ങോട്ടേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്തത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. അങ്ങനെയുള്ള നെർവ് ഫൈബറുകളെ വിളിക്കുന്ന പേരാണ് അഫറന്റ് നെർവ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നെർവ് ഫൈബർ ഉണ്ടല്ലേ, അതാരാ? ഇഫറന്റ് നെർവ് ഫൈബേഴ്സ്. അവരെന്താ ചെയ്തതെന്ന് നോക്കിയേ. ദേ ട്രാൻസ്മിറ്റ് റെഗുലേറ്ററി ഇമ്പൾസസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ കൺസേൺഡ് പെരിഫറൽ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. നേരത്തെ പഠിച്ചത് ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കാണ് ഇമ്പൾസ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താന്ന് നോക്കുക, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും വരുന്ന ഇമ്പൾസുകളെ, റെഗുലേറ്ററി ഇമ്പൾസുകളെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? ആ ടിഷ്യൂസ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ ഓർഗൻസിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഡിഫറെന്റ് ഫൈബേഴ്സ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നോക്കി. ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഡിവിഷൻസ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് പെരിഫറൽ നെർവസ് സിസ്റ്റം വരുന്ന നെർവ് ഫൈബറുകളാണ് 2 തരത്തിൽ. ഇവിടെ ഇനി പറയുന്നത് അങ്ങനെയല്ല. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും നമുക്ക് 2 ഡിവിഷനുകളായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഒന്നാമത്തെ എന്താ? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. രണ്ടാമത്തത് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. അപ്പൊ ഏതൊക്കെയാണ്? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും ഉണ്ട്, ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റവും ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്ന് നോക്കാം. ദ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം റിലേസ് ഇമ്പൾസസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു സ്കെലിറ്റൽ മസിൽസ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ നമ്മൾ പറഞ്ഞ എത്രയേ ഉള്ളൂ, പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിനെ പ്രധാനമായും നമുക്ക് 2ആയി തരംതിരിക്കാം. ഏതൊക്കെയാ? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം എന്നും. അതിൽ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താന്ന് നോക്കിക്കേ. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണേ പറയുന്നത്. അവരെന്താ ചെയ്യുന്നത് നോക്കി. ദേ റിലേ ഇമ്പൾസസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു സ്കെലിറ്റൽ മസിൽ. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ എങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്? ഈ പറയുന്ന സ്കെലിറ്റൽ മസിലുകളിലേക്ക്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഫ്രം CNS അല്ലെ, ഫ്രം CNS ടു സ്കെലിറ്റൽ മസിൽ. ഞാൻ SM എന്ന് കൊടുക്കുന്നു അല്ലെ. CNSൽ നിന്നും ഇമ്പൾസുകളെ എങ്ങോട്ടേക്ക് കൊടുക്കാണ്? സ്കെലിറ്റൽ മസിലിലേക്ക് കൊടുത്ത ആളാണ് ആരെന്ന് പറയാ? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, NS. കിട്ടിയല്ലോ. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേ നോക്കി. While the autonomic neural system transmits impulse from the CNS, that is central neural system, to the involuntary organs and the smooth muscles of the body. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് എന്താ? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുമുള്ള ഇമ്പൾസുകളെ സ്കെലിറ്റൽ മസിലുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്കെലിറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏത് മസിലാ അത്? അതായത് these are the muscles that are attached to our bones അല്ലേ. നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന മസിലുകളാണ് സ്കെലിറ്റൽ മസിൽ. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഇമ്പൾസുകളെ സ്കെലിറ്റൽ മസിലിലേക്ക് കൊണ്ടുകൊടുത്തതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. അടുത്ത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ആളാണ് ഓട്ടോണമിക് അല്ലേ. ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റം. അവരെന്താ ചെയ്തേന്ന് നോക്കേ. ദേ ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം ദ CNS. അവരും ഇമ്പൾസ് എവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നേ? CNSൽ നിന്നാണ് എടുത്തോണ്ട് വരുന്നേ. എന്നാൽ ഇത് കൊടുക്കുന്നത് വേറൊരാൾക്കാണ്. സ്കെലിറ്റൽ മസിൽ അല്ല കൊടുക്കുന്നത്, വേറൊരാൾക്കാണ് കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത് നോക്കി. ടു ദ ഇൻവോളണ്ടറി ഓർഗൻസ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻവോളണ്ടറി ഓർഗൻസ്, നമ്മുടെ വില്ലിനനുസരിച്ച് വർക്ക് ചെയ്യാത്ത ഓർഗനുകളുണ്ട് അല്ലേ. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻവോളണ്ടറി
ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻവോളണ്ടറി ഓർഗൻസിന് കൊടുത്തു. അവർക്ക് മാത്രമാണോ കൊടുക്കുന്നേ? വേറൊരാൾക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ആർക്കാ കൊടുക്കണേ? സ്മൂത്ത് മസിൽ. മക്കളെ ഇത് തിരിഞ്ഞു പോകരുത്. ഓക്കെ, സ്മൂത്ത് മസിലിനും കൂടിയാണ് കൊടുക്കുന്നത് ഇമ്പൾസ്. നേരത്തെ പറഞ്ഞ സ്കെൽറ്റൽ മസിൽ, ഇപ്പൊ പറയുന്നത് സ്മൂത്ത് മസിൽ പ്ലസ് ഇൻവോളണ്ടറി ഓർഗൻ. ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കിയേ, the autonomic neural system transmit impulses from CNS to the involuntary organs and smooth muscles of the body. ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആരെ കുറിച്ചിട്ടാ? പെരിഫറൽ നെർവസ് സിസ്റ്റം രണ്ടായിട്ട് തരംതിരിച്ചു, സൊമാറ്റിക് എന്നും ഓട്ടോണമിക് എന്നും. അതിലെ ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റത്തിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റത്തിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും. ഏതൊക്കെയാണ്? സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം എന്നും. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തൊക്കെയാ? ഒന്ന്, ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം. ന്യൂറൽ സിസ്റ്റം NS കൊടുക്കാം. ഓക്കെ, അതിനെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നൊന്ന് ഏതായിരുന്നു? പെരിഫറൽ നെർവസ് സിസ്റ്റം. ക്ലിയർ ആണേ? ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് പിന്നെയും നമ്മൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെമ്പേഴ്സ് ഒന്ന് പറഞ്ഞേക്കാം. ബ്രെയിൻ ഉണ്ട്. പിന്നെ അടുത്ത ആളാരാ? സ്പൈനൽ കോഡ്. ക്ലിയർ ആണല്ലോ? ഇനി പിന്നെ നമ്മൾ പറഞ്ഞു നോക്കിയേ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ? എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ? സൊമാറ്റിക് എന്നും ആൻഡ് ഓട്ടോണോമിക് അല്ലേ? ഇനി അടുത്ത് നോക്കാം. ഇതിൽ ഓട്ടോണോമിക്കിനെ പിന്നെയും നമ്മൾ തിരിച്ചു രണ്ടായിട്ട്. ഏതൊക്കെയാണ്? സിമ്പതറ്റിക് പിന്നെ ഏതാ? പാരാസിമ്പതറ്റിക്. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പോൾ ഹ്യൂമൻ നെർവസ് സിസ്റ്റം രണ്ടായി തരംതിരിച്ചു. സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റം പരിശോധിച്ചപ്പോഴേക്കും നമ്മുടെ ശരീരത്തിലുള്ള ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയുള്ള നെർവ്സ് എല്ലാം വരുന്നതായിരുന്നു പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിന് തന്നെ നെർവ് ഫൈബറുകൾ രണ്ടു തരത്തിൽ ഇവിടെ പറഞ്ഞിരുന്നു കേട്ടോ. അഫറന്റ് ഫൈബറും ഇഫറന്റ് ഫൈബർ നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അടുത്തത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു. സൊമാറ്റിക് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും പിന്നെ ഏതായിരുന്നു? ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റവും. പിന്നീട് ഓട്ടോണമിക് ന്യൂറൽ സിസ്റ്റത്തെ പിന്നെയും രണ്ടായി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? സിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് ന്യൂറൽ സിസ്റ്റം. അപ്പോൾ ഇതുപോലൊരു ഫ്ലോ ചാർട്ട് ഒക്കെ വരച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസിയർ ആയിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്ത് നിങ്ങൾ നോക്കിയേ, അടുത്ത് പുതിയൊരു കേസാണ് പറയണേ അല്ലേ? പുതിയത് എന്താ പറയുന്നത് നോക്കിയേ. ഇത് നമ്മൾ പറയണത് വിസറൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അടുത്തത് എന്താണ്? വിസറൽ നെർവസ് സിസ്റ്റം. വിസറൽ നെർവസ് സിസ്റ്റം ഇസ് ദ പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. പുതിയ ഒരെണ്ണം പറയുന്നത് അല്ലേ? അപ്പൊ ഈ പറയുന്ന വിസറൽ നെർവസ് സിസ്റ്റം എന്തിന്റെ തന്നെ ഭാഗമാണെന്നാ പറയുന്നത്? നമ്മൾ ഇപ്പൊ പഠിച്ചു നിർത്തിയ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാണ്. ദാറ്റ് കംപ്രൈസസ് ദ ഹോൾ കോംപ്ലക്സ് ഓഫ് നെർവ്സ്, ഫൈബേഴ്സ്, ഗാംഗ്ലിയ ആൻഡ് പ്ലെക്സസ് by which impulses travel from the central nervous system to the vice versa and from the viscera to the central nervous system. അതായത് നമ്മൾ ഈ പറഞ്ഞ വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാണ്. അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്നാ പറയുന്നത്? നമ്മുടെ ബോഡിയിലുള്ള നെർവുകൾ, ഫൈബറുകൾ, ഗാംഗ്ലിയാസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവെല്ലാം കൂടെ ചേർത്ത് വരുന്ന പ്ലെക്സസുകൾ, ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അതിലൂടെയാണ് ഇമ്പൾസുകൾ എന്ത് ചെയ്യുന്നത്? Impulses travel from the central nervous system to the viscera. അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും വിസറ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഉൾവശം അല്ലെ, വിസറയിലേക്കും തിരിച്ച് വിസറയിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റം, അത് ടു ആൻഡ് ഫ്രോ എന്ന് വേണമെങ്കിൽ പറയാം. അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും വിസറയിലേക്കും വിസറയിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും എന്ത് ചെയ്യുക? ഇമ്പൾസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? വിസറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങളായിട്ടുണ്ടായിരുന്ന സൊമാറ്റിക്കും ഓട്ടോണമിക്കും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ കേസിൽ എന്താ? ഏതെങ്കിലും ഒരു ദിശയിലോട്ടാണ് അല്ലേ? അതായത് സൊമാറ്റിക് പറയുമ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സ്കെലിറ്റൽ മസിൽ ഒരു ദിശയിലോട്ടേ പോകണുള്ളൂ. ഓട്ടോണമിക് പറഞ്ഞപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇൻവോളണ്ടറി ഓർഗനുകളിലോട്ടോ അതല്ലെങ്കിൽ സ്മൂത്ത് മസിലിലോട്ടോ അല്ലെ, ഒരു ദിശയിലോട്ടേ പോകുന്നുള്ളൂ. അതേസമയം
പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമായ വിസറൽ നെർവസ് സിസ്റ്റം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഓഫ് ഇമ്പൾസ് അവിടെ നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂറോൺ ആർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂറോണിനെയാണ്. ഓക്കെ, അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ന്യൂറോണുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂറോണിന്റെ സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം. നമ്മുടെ NCERT ടെക്സ്റ്റ് അതിന്റെ ഫിഗർ ഒക്കെ തന്നിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമുക്കുണ്ട്. ഒന്ന് നോക്കിയാലോ? അപ്പൊ നോക്കിയേ, എ ന്യൂറോൺ ഇസ് എ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് 3 മേജർ പാർട്സ്. അപ്പൊ ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ആണ്. അതിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉള്ളത്. അപ്പൊ ന്യൂറോൺ എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കേ, സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺ. അപ്പൊ ന്യൂറോണിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അവ ഏതൊക്കെയാണ്? സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺ. The cell body contains cytoplasm with the typical cell organelles and certain granular bodies called Nissus granules. അപ്പൊ ഇവിടെ നോക്കി, ഞാൻ പറഞ്ഞു ന്യൂറോണിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളല്ലയോ ഉള്ളത്. ഏതൊക്കെയായിരുന്നു? സെൽ ബോഡി ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോൺ ഉണ്ട്, അല്ലെ? അപ്പൊ ഇതിലെ സെൽ ബോഡിയുടെ പ്രത്യേകതയാണ് നമ്മൾ ഇനി പറയണേ. അപ്പൊ സെൽ ബോഡിക്കുള്ളിലാണ് എന്തടങ്ങിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട്, കണ്ടെയ്ൻ സൈറ്റോപ്ലാസം. അതിനുള്ളിൽ എന്തടങ്ങിയിട്ടുണ്ട്? സൈറ്റോപ്ലാസം. പിന്നെ എന്താ? സൈറ്റോപ്ലാസിനോടൊപ്പം തന്നെ അവിടെ കുറച്ച് സെൽ ഓർഗനലൈസ് ഉണ്ട്. കോശാംഗങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ? സെൽ ഓർഗനലൈസ് ഉണ്ട്. പിന്നെ കുറച്ച് ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് കാണാം. സർട്ടൻ ഗ്രാനുലാർ ബോഡീസും അവിടെ ഉണ്ട്. ഈ ഗ്രാനുലാർ ബോഡീസ് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് നിസൽസ് ഗ്രാന്യൂൾസ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? നിസൽസ് ഗ്രാന്യൂൾ. അപ്പൊ ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ, സെൽ ബോഡിക്കുള്ളിൽ നമുക്ക് എന്തൊക്കെ കാണാം? സൈറ്റോപ്ലാസം കാണാം, സെൽ ഓർഗനലൈസ് കാണാൻ പറ്റും, ചെറിയ ഗ്രാന്യൂളുകൾ പോലെ ഉള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന്റെ പേരാണ് നിസൽസ് ഗ്രാന്യൂൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ന്യൂറോണിന്റെ സ്ട്രക്ചർ ഒന്ന് കണ്ടുകൊണ്ട് ഇത് പറയാം. മക്കളെ നോക്കി, ഇത് ന്യൂറോണിന്റെ സ്ട്രക്ചറാണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ന്യൂറോണിന്റെ സ്ട്രക്ചറാണ്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ന്യൂറോൺ പ്രധാനമായി 3 ഭാഗങ്ങളാണ് ഉള്ളത്. സെൽ ബോഡി എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ആക്സോൺ എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അപ്പൊ നോക്കി, അത് ഏതൊക്കെയാന്ന് നമുക്കൊന്ന് കണ്ടേച്ചു തരാം. നോക്കി, ഇതാണ് സെൽ ബോഡി. ഇതാണ് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് അല്ലേ? ഇതാണ് സെൽ ബോഡി എന്ന് പറയുന്ന ഭാഗം. ഇതാണ് സെൽ ബോഡി. നിങ്ങൾ കണ്ടല്ലോ. ഇനി ഡെൻഡ്രൈറ്റുകൾ ദാണ്ട് ഇവിടെ കണ്ടോ, ഡെൻഡ്രൈറ്റ്സ് കാണിച്ചിട്ടുണ്ട്. ഡെൻഡ്രൈറ്റുകൾ ദാണ്ട് ഇവിടെ കണ്ടു നമ്മൾ. ഇനി അടുത്ത ഭാഗം ഏതാ? ആക്സോൺ. അതാണ്ട് ഈ നീളമുള്ള ആ ഒരു ഫിലമെന്റ് പോലുള്ള സ്ട്രക്ചർ അല്ലേ? ഇതാണ് ആക്സോൺ. അപ്പൊ ന്യൂറോണിന് പ്രധാനപ്പെട്ട 3 പാർട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയാ? സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്, ആക്സോൺ. ഇനി നമ്മൾ സെൽ ബോഡി മാത്രം ഫോക്കസ് ചെയ്താൽ ഈ ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഫോക്കസ് ചെയ്തപ്പോൾ അതിനുള്ളിൽ ഞാൻ കണ്ടു എന്തുണ്ടാവും? സൈറ്റോപ്ലാസം ഉണ്ട്. ഒരു സെൽ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം ഉണ്ടാവട്ടെ. അപ്പൊ സൈറ്റോപ്ലാസം കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സെൽ ബോഡിയിലാണ്. സൈറ്റോപ്ലാസം ഉണ്ട്. സെൽ ഓർഗനലൈസ്, കോശാംഗങ്ങൾ. നമുക്കറിയാം സെല്ലിനകത്ത് കണ്ടുപിടുത്ത ഓർഗനലൈസ് എന്ന് പറയുമ്പോൾ മൈറ്റോകോൺട്രിയ, എന്താണ്, ന്യൂക്ലിയസ്, ഗോൾഗി ബോഡി, അങ്ങനെ പല സെൽ ഓർഗനലൈസ് ഉണ്ടല്ലേ. അപ്പൊ ഇതിനകത്ത് നോക്കി ന്യൂക്ലിയസ് അവിടെ കാണാൻ പറ്റും. ഇപ്പൊ സെൽ ഓർഗനലൈസ് അതിനകത്തുണ്ട്, സെൽ ബോഡിക്കകത്തുണ്ട്. സൈറ്റോപ്ലാസം നമ്മൾ സെൽ ബോഡിക്കകത്ത് കണ്ടു. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞു ഡോട്ടഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ കാണാം അല്ലേ? ഇവിടെ അത് ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് അതിനകത്ത് കാണാം. ഈ ഗ്രാനുലാർ സ്ട്രക്ചേഴ്സിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിച്ചേ? നിസൽസ് ഗ്രാന്യൂൾസ് എന്ന് വിളിച്ചത്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് എന്താന്ന് നോക്കാം. ഷോർട്ട് ഫൈബേഴ്സ് വിച്ച് ബ്രാഞ്ച് റിപ്പീറ്റഡ്ലി ആൻഡ് പ്രൊജക്ട് ഔട്ട് ഓഫ് ദ സെൽ ബോഡി ഓൾസോ കണ്ടെയ്ൻ നിസൽസ് ഗ്രാന്യൂൾസ് ആൻഡ് ആർ കോൾഡ് ഡെൻഡ്രൈറ്റ്സ്. അപ്പൊ ഇനി നമ്മൾ പറയണത് ഡെൻഡ്രൈറ്റുകൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നോക്കി, ദീസ് ആർ ദ ഷോർട്ട് ഫൈബേഴ്സ്. ഷോർട്ട് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ നീളം കുറഞ്ഞ തന്തുക്കൾ. ഓക്കെ, അല്ലെങ്കിൽ വളരെ നീളം കുറഞ്ഞ എക്സ്റ്റൻഷൻസ് ആണ് എന്തെന്ന് പറയാ? ഡെൻഡ്രൈറ്റ്. which branch repeatedly and project out of the cell body. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന വളരെ നീളം കുറഞ്ഞ
എക്സ്റ്റൻഷനുകളെ അല്ലെങ്കിൽ ഫൈബേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയാം. അപ്പൊ നോക്കിയ പോയിന്റ്സ് എന്താ പറഞ്ഞത്, ഷോർട്ട് ഫൈബേഴ്സ് വിച്ച് ബ്രാഞ്ച് റിപ്പീറ്റ്, ഷോർട്ട് ഫൈബർ മാത്രമല്ല ഒരു വേറെ പ്രത്യേകത, ബ്രാഞ്ച് റിപ്പീറ്റഡ്ലി, അത് പിന്നെയും പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോക്കി ഡെൻഡ്രൈറ്റ് ഒരൊറ്റ ബ്രാഞ്ചേ ഉള്ളൂ മക്കളേത് അല്ല, അതിനകത്ത് പിന്നെയും 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 കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് കാണുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഷോർട്ട് ഫൈബർ ആണ്, സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് കാണുന്ന നീളം കുറഞ്ഞ ഫൈബർ ആണ് ഡെൻഡ്രൈറ്റ്. അത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞത് എന്താണ്, ഷോർട്ട് ഫൈബേഴ്സ് വിച്ച് ബ്രാഞ്ച് റിപ്പീറ്റഡ്ലി പ്രൊജക്ട് ഔട്ട് ഓഫ് ദ സെൽ ബോഡി, സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പ്രൊജക്ട് ചെയ്താണ് അത് കാണുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ നിസസ് ഗ്രാനുൾസ്. മക്കളെ നോക്കുക, ഈ പറഞ്ഞ ഡെൻഡ്രൈറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് കണ്ടുകൂടായോ, ഇവിടെ എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്, നിസൽസ് ഗ്രാനുൾസ് ഉണ്ട്. അപ്പൊ നിസൽസ് ഗ്രാനുൾസ് എവിടെയൊക്കെയാണ് നിങ്ങൾ കണ്ട്, സെൽ ബോഡിക്കകത്ത് നിങ്ങൾ കണ്ടു, ഡെൻഡ്രൈറ്റിനുള്ളിൽ നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കേ, ദീസ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടുവേർഡ്സ് ദ സെൽ ബോഡി. അപ്പൊ ഈ പറഞ്ഞ ഡെൻഡ്രൈറ്റുകളുടെ ഫംഗ്ഷൻ എന്താ, ഡെൻഡ്രൈറ്റുകളുടെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇമ്പൾസ് വരികയാണെങ്കിൽ, ഒരു ഇമ്പൾസ് വരുന്നു എന്ന് വിചാരിക്കുക, ഈ ഇമ്പൾസിനെ സ്വീകരിച്ച് ഡെൻഡ്രൈറ്റുകൾ ഇത് എങ്ങോട്ടേക്ക് കൊടുക്കുന്നു, സെൽ ബോഡിക്കുള്ളിലേക്ക് കൊടുക്കുന്നു. ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ എന്തെന്ന് പറയണത്, ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയണത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ നോക്കി, ദ ആക്സോൺ ഇസ് എ ലോങ് ഫൈബർ ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് വിച്ച് ഇസ് ബ്രാഞ്ച്ഡ്. അപ്പൊ ഇവിടെ എന്താ പറയണത് നോക്കി, ഈ ആക്സോൺ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ആക്സോൺ അതായത് സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് കാണുന്ന നീളം കൂടിയ എക്സ്റ്റൻഷൻ ആണ് ഏതെന്ന് പറയാ, ആക്സോൺ. മക്കളെ ഇത് സെൽ ബോഡി, ഈ സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന നീളം കൂടിയ ഫിലമെന്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, അതാണ് ഏത്, ആക്സോൺ. ഇനി ആക്സോണിന്റെ അതെ ഈ ഒരു എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്, അതല്ലേ ഇവരും പറയണത്. നോക്കുക, ആക്സോൺ ഇസ് എ ലോങ് ഫൈബർ ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് വിച്ച് ഇസ് ബ്രാഞ്ച്ഡ്. ഈച്ച് ബ്രാഞ്ച് ടെർമിനേറ്റ്സ് ആസ് എ ബൾബ് ലൈക്ക് സ്ട്രക്ചർ. ഈ പറഞ്ഞ ആക്സോണിന്റെ ഓരോ ബ്രാഞ്ചും താണ്ടെ വന്ന് ചേർന്ന് താണ്ടെ ഇങ്ങനെ അവസാനിക്കുന്നതാണ്, ഇങ്ങനെ ഒരു ബൾബ് പോലെ ഒരു ഭാഗത്തേക്ക് കാണാം. ഇവിടെ ഒരു ബൾബ് കാണാം, ഇവിടെ ഒരു ബൾബ് പോലെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ ഉണ്ട് ഒരു ബൾബ് പോലെ പോർഷൻ, താണ്ടെ ഇവിടെ കാണാം, പിന്നെ ഇവിടെ കാണാം, കണ്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ബൾബ് പോലെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇങ്ങനെ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ബൾബ് പോലെയുള്ള പോർഷൻ ഇല്ലയോ, അതിനെ വിളിക്കുന്ന പേരെന്താ, സിനാപ്റ്റിക് നോബുകൾ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നു. എന്താ പറഞ്ഞു നോക്കി, ഈച്ച് ബ്രാഞ്ച് ടെർമിനേറ്റ്സ് ആസ് എ ബൾബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സിനാപ്റ്റിക് നോബ് വിച്ച് പൊസസ് സിനാപ്റ്റിക് വെസിക്കിൾസ് that containing chemicals called neurotransmitters. അപ്പൊ ആക്സോണിന്റെ ഒരു എൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രാഞ്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഓരോ ബ്രാഞ്ചിന്റെയും അറ്റത്ത് ഇങ്ങനെ എന്താണ്, ഇതുപോലെ ഉരുണ്ടിരിക്കുന്ന സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ വിളിച്ച പേരാണ് സിനാപ്റ്റിക് നോബ്. ഈ ഓരോ സിനാപ്റ്റിക് നോബുകൾക്കുള്ളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വെസിക്കിളുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ വട്ടത്തിലുള്ള വെസിക്കിൾസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് സാധിക്കും. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് വെസിക്കിളുകൾ എന്ന് പറയുക. സിനാപ്റ്റിക് നോബിനുള്ളിലാണ് സിനാപ്റ്റിക് വെസിക്കിൾ ഇരിക്കുന്നത്. ഈ സിനാപ്റ്റിക് വെസിക്കിളിനുള്ളിൽ എന്ത് കാണുമെന്നാ പറഞ്ഞേ, കുറച്ച് രാസവസ്തുക്കൾ കാണും, കെമിക്കലുകൾ കാണും. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, സിനാപ്റ്റിക് നോബിനകത്തെ സിനാപ്റ്റിക് വെസിക്കിളിനുള്ളിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന കെമിക്കലുകൾ ഇരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കിയേ, ദ ആക്സോൺ ട്രാൻസ്മിറ്റ് നർവ് ഇമ്പൾസ് എവേ ഫ്രം ദ സെൽ ബോഡി ടു എ സിനാപ്സ് ഓർ ടു എ ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വരുന്ന ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ആളാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് ഈ പറയുന്ന ഇമ്പൾസിനെ വാങ്ങി അത് സെൽ ബോഡിക്ക് കൊടുക്കുന്നു. സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസുകളെ പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വലിയ എക്സ്റ്റൻഷനാണ് ആക്സോൺ. ഈ ആക്സോൺ എന്താ ചെയ്യണേ, ഇത് ഈ ഇമ്പൾസിനെ ഈ സിനാപ്റ്റിക് നോബ് ആ ഒരു ഭാഗത്തേക്കല്ലയോ എത്തിക്കുന്നേ. അവിടെ എത്തിച്ചിട്ട് എന്താ പറ്റുന്നേന്ന് നോക്കിയേ, ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഇമ്പൾസിന് ഈ ആക്സോൺ തൊട്ടടുത്തുള്ള ന്യൂറോണിലേക്കല്ലേ കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു ജംഗ്ഷൻ ഇവിടെ ഫോം ചെയ്യുന്നത്, അടുത്തടുത്തിരിക്കുന്ന രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷൻ, ന്യൂറോണോ അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡുലാർ സെല്ലോ തമ്മിലുള്ള ഒരു ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പഠിക്കും, ഇനി ആ ഒരു ഏരിയയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സിനാപ്സിലേക്കോ അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്കോ ആണ് ഈ ഒരു ഇമ്പൾസിനെ, ഈ ഒരു ആക്സോൺ, സെൽ ബോഡിയിൽ നിന്നും വരുന്ന ഇമ്പൾസിനെ ആക്സോൺ കൊടുക്കുന്നത്. Based on the number of axon and dendrites, the neurons are divided into 3 types. അതായത് എത്ര ആക്സോൺ ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡെൻഡ്രൈറ്റുകൾ ഉണ്ട്, ആക്സോണിന്റെയും ഡെൻഡ്രൈറ്റുകളുടെയും എണ്ണത്തിനെ ബേസ് ചെയ്ത്
ന്യൂറോണുകളെ നമ്മൾക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണെന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ആക്സോണുകളുടെയും അല്ലെങ്കിൽ ആക്സോണിന്റെയും ഡെൻഡ്രൈറ്റുകളുടെയും എണ്ണത്തെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ന്യൂറോണുകളെ പ്രധാനമായും നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മൾട്ടിപോളാർ ന്യൂറോൺ, രണ്ടാമത്തത് ബൈപോളാർ ന്യൂറോൺ, മൂന്നാമത്തേത് യൂണിപോളാർ ന്യൂറോൺ. അപ്പൊ ഏതൊക്കെയാണ്? മൾട്ടിപോളാർ, ബൈപോളാർ ആൻഡ് യൂണിപോളാർ ന്യൂറോൺ. അപ്പൊ ന്യൂറോണുകളെ നമ്മൾ പ്രധാനമായും 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്താൽ ഓർത്ത് വെച്ചിരിക്കാൻ? ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ആക്സോൺ ആൻഡ് ഡെൻഡ്രൈറ്റ്. ഇനി ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൾട്ടിപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ ഡെഫിനിഷൻ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കി? മൾട്ടിപോളാർ ന്യൂറോണിന്റെ പ്രത്യേകത എന്താ? വിത്ത് 1 ആക്സോൺ ആൻഡ് 2 or more ഡെൻഡ്രൈറ്റ്സ്. അതായത് മൾട്ടിപോളാർ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ എത്ര ആക്സോൺ ഉണ്ട്? ഒരൊറ്റ ആക്സോണേ ഉള്ളൂ. അത് മാത്രമാണോ? ഡെൻഡ്രൈറ്റുകൾ എന്താ പറയണത്? 2 or more ഡെൻഡ്രൈറ്റ്, 2 or 2-ലധികം ഡെൻഡ്രൈറ്റുകളോ ഉണ്ട്. മക്കളെ ഇതൊന്ന് നോക്കി, ആക്സോൺ ഒന്നേ ഉള്ളൂ, എന്നാൽ ഡെൻഡ്രൈറ്റുകൾ ഒരുപാടില്ലയോ? അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മൾട്ടിപോളാർ ന്യൂറോണിന്റെ ഒരു ഫിഗർ ആണ് ആ തന്നിരിക്കുന്നത് ആക്ച്വലി. ഇനി നോക്കി, ആൻഡ് ദേ ആർ ഫൗണ്ട് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ്. ഇപ്പൊ മൾട്ടിപോളാർ ന്യൂറോൺ നമ്മുടെ ശരീരത്തിൽ എവിടെ കാണുന്നു? സെറിബ്രൽ കോർട്ടെക്സിലാണ് കാണപ്പെടുന്നത്. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ എവിടെയാ? ബ്രെയിനിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ പഠിക്കും. അപ്പൊ സെറിബ്രൽ കോർട്ടെക്സിൽ കാണപ്പെടുന്ന ന്യൂറോൺ ഏതാണ്? ഏതാ? മൾട്ടിപോളാർ ന്യൂറോൺ ആണ്. അടുത്ത നോക്കി, ബൈപോളാർ ന്യൂറോൺ. ബൈപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ വിത്ത് 1 ആക്സോൺ ആൻഡ് 1 ഡെൻഡ്രൈറ്റ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ബൈപോളാർ ന്യൂറോണിന്റെ പ്രത്യേകത എന്താണ്? ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും വരുന്ന ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് ബൈപോളാർ ന്യൂറോൺ. അപ്പൊ ഇത് കാണപ്പെടുന്ന എവിടെയാന്ന് നോക്കി, ഇതേ ഫൗണ്ട് ഇൻ ദ റെറ്റിന ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിന്റെ റെറ്റിന എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടല്ലേ കണ്ണിന്. അപ്പൊ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ്. അപ്പൊ ആ റെറ്റിന എന്ന് പറയുന്ന ലെയറിൽ കാണപ്പെടുന്ന ന്യൂറോൺ ഏത് ടൈപ്പാണ്? ബൈപോളാർ ന്യൂറോൺ ആണ്. ഇനി ലാസ്റ്റ് ടൈപ്പ്, നമ്മൾ ഇവിടെ പറയുന്ന ലാസ്റ്റ് ടൈപ്പ് യൂണിപോളാർ ന്യൂറോൺ. യൂണിപോളാർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ഓൺലി. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ആക്സോണേ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ കേസ് മൾട്ടിപോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആക്സോണും 2-ലധികം എന്ത് കാണപ്പെടും? ഡെൻഡ്രൈറ്റുകളും ഉണ്ടെങ്കിൽ മൾട്ടിപോളാർ. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും ഉണ്ടെങ്കിൽ അത് ബൈപോളാർ. ഒരു ആക്സോൺ മാത്രമേ ഉള്ളൂ സെൽ ബോഡിയിൽ നിന്നുമെങ്കിൽ അതിനെ യൂണിപോളാർ എന്നും വിളിക്കണം. സെറിബ്രൽ കോർട്ടക്സിലുള്ള ന്യൂറോണുകൾ എന്ന് പറയുന്നത് മൾട്ടിപോളാർ ആണ്. റെറ്റിനയിൽ കാണപ്പെടുന്നത് ബൈപോളാർ ആണ്. അതേസമയം എംബ്രിയോണിക് സ്റ്റേജിൽ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന, എംബ്രിയോ ആയിട്ടിരിക്കുന്ന ഭ്രൂണാവസ്ഥയിൽ കാണപ്പെടുന്ന ന്യൂറോണുകൾ എന്ന് പറയുന്നത് യൂണിപോളാർ ആയിരിക്കും. കാരണം ഡെവലപ്പ് ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ, യൂണിപോളാർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടൈപ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് അടുത്ത നോക്കാം. There are 2 types of axons. ഇനി നമ്മൾ എന്തിനെ കുറിച്ചാ പറയണേ? ആക്സോണുകൾ പലതരത്തിലുണ്ട്. ന്യൂറോണുകൾ എന്താ ടൈപ്പ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ആക്സോണുകൾ പലതരത്തിലുണ്ട്. അപ്പൊ ആക്സോണുകൾ പലതരത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ആക്സോണുകൾ ഉള്ളത്. അപ്പൊ അവയുടെ പേരൊന്ന് നോക്കിയേ. അവയുടെ പേരാണ് എന്താ നോക്കാം? മൈലിനേറ്റഡ് ആൻഡ് നോൺ മൈലിനേറ്റഡ് എന്ന് പറയാം. അപ്പൊ നോക്കി, there are 2 types of axons. ആക്സോൺസ് 2 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. മൈലിനേറ്റഡ് ആക്സോണുകളും ഉണ്ടാകും, നോൺ മൈലിനേറ്റഡ് ആക്സോണുകളും ഉണ്ടാകും. അപ്പൊ അതെന്താന്ന് നോക്കേ. The myelinated nerve fibers are enveloped with the Schwann cells which form a myelin sheath around the axon. അതായത് ആക്സോണിന് ചുറ്റും ഷ്വാൻ സെല്ലുകൾ കൊണ്ട് തീർത്ത മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു പുതപ്പ് നമുക്ക് കാണാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ പുതപ്പ് പോലെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിച്ചാൽ, അങ്ങനെയുള്ള ആക്സോണുകളെയാണ് നമ്മൾ മൈലിനേറ്റഡ് ആക്സോണുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. The myelinated nerve fibers are enveloped by Schwann cells. അതായത് മൈലിനേറ്റഡ് ആക്സോണുകളുടെ പ്രത്യേകത അതിനെ ചുറ്റിക്കൊണ്ട് ഷ്വാൻ സെല്ലുകൾ ഉണ്ടാകും. ഈ ഷ്വാൻ സെല്ലുകൾ വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞ മൈലിൻ ഷീത്ത് ഉള്ള ആക്സോൺ. മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകളുടെ പേരെന്താ? ഷ്വാൻ സെല്ലുകൾ. The gap between 2 adjacent myelin sheath are called knots of Ranvier. അത് പഠിച്ചു വെച്ചിരിക്കണം. മക്കൾ എവിടെ നോക്കിയോളൂ, നിങ്ങൾക്ക് മൈലിൻ ഷീത്താ, ഇതൊരു മൈലിൻ ഷീത്താ. ഈ ഒരു മൈലിൻ ഷീത്ത് ഉണ്ടാക്കാൻ സഹായിച്ച സെല്ലുകളാണ് ഷ്വാൻ സെൽ അല്ലേ? അപ്പൊ ഈ മൈലിൻ ഷീത്ത് അടുത്ത മൈലിൻ ഷീത്തിന്റെ ഇടയ്ക്ക് ഇതാണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് അല്ലേ? കണ്ടിത്.
ഈ ഒരു ഗ്യാപ്പ്. ഇപ്പൊ ഇതിന് നമ്മളൊരു പേര് വിളിക്കും. ഇതിന്റെ പേരെന്താ? നോഡ് ഓഫ് റാൻവീർ അല്ലേ? അത് പഠിച്ചു വെച്ചിരിക്കുന്ന നോട്ട്സ് ഓഫ് റാൻവീർ എന്താണ്? എന്തായിരുന്നു അത്? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് മൈലിൻ ഷീത്ത് ആർ കോൾഡ് നോട്ട്സ് ഓഫ് റാൻവീർ. അടുത്ത പോയിന്റ് നോക്കിയേ. Myelinated nerve fibers are found in spinal cord and spinal nerves and cranial nerves. Okay, spinal നെർവുകളിലും ക്രേനിയൽ നെർവുകളിലും കാണപ്പെടുന്ന ആക്സോണുകൾ അല്ലെങ്കിൽ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, മൈലിൻ ഷീത്ത് ഉള്ള ആക്സോണുകൾ അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ഉള്ള നെർവ് ഫൈബറുകളാണ് നമുക്ക് ക്രേനിയൽ നെർവ്സിലും സ്പൈനൽ നെർവ്സിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ടൈപ്പ് നെർവ് ഫൈബറിലെ ആക്സോൺ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഒരു പേര്? നോൺ മൈലിനേറ്റഡ് അല്ലെങ്കിൽ അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ എന്ന് പറഞ്ഞു അല്ലേ? അതെന്താന്ന് നോക്കി. അൺമൈലിനേറ്റഡ് ഓർ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബർ ഈസ് എൻക്ലോസ്ഡ് ബൈ a Schwann cell that does not form a myelin sheath around the axon, and it is commonly found in autonomous and somatic neural system. ഒന്ന് ശ്രദ്ധിക്കണം, ഇത് അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ എന്ന് പറയുമ്പോൾ അവർ എൻക്ലോസ് ചെയ്തുകൊണ്ട് എന്തുണ്ട്? അവർ ചുറ്റുകൊണ്ട് ഷ്വാൻ സെൽ ഉണ്ട്. എന്നാൽ ഷ്വാൻ സെല്ലുകൾ ചേർന്ന് എന്തായി മാറിയിട്ടില്ല? മൈലിൻ ഷീത്ത് ആയിട്ട് മാറിയിട്ടില്ല. ഷ്വാൻ സെൽ ഉണ്ട് അവിടെ, എൻക്ലോസ് ചെയ്തുകൊണ്ട്, ആക്സോണിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ ഷ്വാൻ സെൽ ഉണ്ട്. പക്ഷെ ഷ്വാൻ സെൽസ് വെച്ച് ഉണ്ടാക്കിയ ഒരു പുതപ്പ്, ഒരു മൈലിൻ ഷീത്ത് അവിടെ ഉണ്ടായില്ല. അപ്പൊ മൈലിൻ ഷീത്ത് ഫോർമേഷൻ നടന്നിട്ടുണ്ടോ? ഇല്ല. മൈലിൻ ഷീത്ത് ഇല്ലല്ലോ. അതുകൊണ്ടാണ് അതിനെ അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബർ എന്ന് നമുക്ക് വിളിക്കേണ്ടതായിട്ട് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അൺമൈലിനേറ്റഡ് നെർവ് ഫൈബർ അല്ലെങ്കിൽ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സിനെ നമുക്ക് എവിടെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഓട്ടോണമസ് ന്യൂറൽ സിസ്റ്റത്തിലും സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അൺമൈലിനേറ്റഡ് നെർവ് ഫൈബറുകളെയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഈ പറയുന്ന നെർവസ് സിസ്റ്റം സഹായിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്ന ന്യൂറോൺ ആണെന്ന് നമുക്കറിയാം. ഈ ന്യൂറോണിന്റെ സ്ട്രക്ചറും ഇപ്പം നമ്മൾ പഠിച്ചിട്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇമ്പൾസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ടായ ആ ഇമ്പൾസിനെ എങ്ങനെയാണ് ഇതിങ്ങനെ ഓരോ ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിൽ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങനെ പോകണത്? അതെങ്ങനെയാ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ്. അതായത് ന്യൂറോൺസിന് എന്തിനുള്ള കഴിവുണ്ടോ? ഉത്തേജിക്കപ്പെടാനായിട്ട് ഉള്ള കഴിവുണ്ട്. അങ്ങനെ കഴിവുള്ള സെല്ലുകളാണ്, എക്സൈറ്റ് ചെയ്യാനുള്ള കഴിവുള്ള സെല്ലുകളാണ് ന്യൂറോൺസ്. അത് മറക്കരുത്. ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ് ബിക്കോസ് their membranes are in a polarized state. ഓക്കെ, അവരുടെ മെംബ്രെയിനുകൾ എങ്ങനെയാണ്? പോളറൈസ്ഡ്. പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത്? ചാർജ് നമ്മൾ പറയില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലായിരിക്കും അവരുടെ മെംബ്രെയിൻ. നമുക്കൊരു ന്യൂറോൺ ഒരു സെല്ലല്ലയോ? സെൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ആയിരിക്കും. അപ്പോൾ അതൊരു പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഈ പറയുന്നത് ചാർജ് ഡിഫറൻസ് ഉള്ള ആ ഒരു സ്റ്റേറ്റിൽ കാണപ്പെടുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ന്യൂറോൺസ് എക്സൈറ്റബിൾ സെല്ലാണ്. അപ്പോൾ എക്സൈറ്റബിൾ ആകാനുള്ള കാരണം അവരുടെ ആ ഒരു മെംബ്രെയിൻ, ന്യൂറോൺ എന്ന് പറയുന്ന ആ സെല്ലിന്റെ മെംബ്രെയിൻ എങ്ങനെയുള്ളതാണ്? പോളറൈസ്ഡ് സ്റ്റേറ്റിൽ നിലനിൽക്കാൻ സാധിക്കുന്നതാണ്. ഒരു പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ അതെങ്ങനെയാ? അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഡു യു നോ വൈ ദ മെംബ്രെയിൻ ഓഫ് എ ന്യൂറോൺ ഇസ് പോളറൈസ്ഡ്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ന്യൂറോണിന്റെ മെംബ്രെയിൻ പോളറൈസ്ഡ് ആയിട്ട് മാറിയെന്ന് നിങ്ങൾക്കറിയാമോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയോൺ ചാനൽസ് ആർ പ്രസന്റ് ഓൺ ദ ന്യൂറൽ മെംബ്രെയിൻ. അപ്പൊ അതിന് എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണേ. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ ന്യൂറോൺസിന്റെ പ്ലാസ്മ മെംബ്രെയിൻ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ്. അതെങ്ങനെയാ പോളറൈസ്ഡ് ആയി മാറിയത്? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. എങ്ങനെയാന്ന് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയോൺ ചാനൽസ് ആർ പ്രസന്റ് ഓൺ ദ ന്യൂറൽ മെംബ്രെയിൻ. ഈ പറയുന്ന ന്യൂറോണിന്റെ മെംബ്രെയിൻ, അതായത് ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ പല തരത്തിലുള്ള അയോൺ ചാനലുകൾ ഉണ്ടായിരിക്കും. പൊട്ടാസ്യം ചാനൽ, സോഡിയം അയോൺ ചാനൽ, അങ്ങനെ പല പല അയോൺ ചാനലുകൾ ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിനിൽ, എന്തിന്റെ പ്ലാസ്മ മെംബ്രെയിൻ? ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ഉണ്ടായിരിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ്, നോട്ട് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയോൺ ചാനൽസ് ആർ പ്രസന്റ് ഓൺ ദ ന്യൂറൽ മെംബ്രെയിൻ. ഓക്കെ ആണല്ലോ? ഇനി these ion channels are selectively permeable to different ions. അപ്പൊ ഈ അയോൺ ചാനലുകൾക്ക് അടുത്തൊരു പ്രത്യേകതയുണ്ട്. അവർ സെലക്റ്റീവ്ലി പെർമിയബിൾ ടു ഡിഫറെന്റ് അയോൺസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എല്ലാ അയോണുകളെ ഇവർ കടത്തിവിടത്തില്ല. ചില അയോണുകളെ മാത്രം അവർ എന്ത് ചെയ്യത്തുള്ളൂ? കടത്തിവിടുന്നത്. സെലക്റ്റീവായിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ അയോൺസിനെ കടത്തിവിടുന്ന ടൈപ്പ് ഒന്നുമല്ല അവന്മാർ.
ഓക്കെ, അതായത് ഈ പറഞ്ഞ ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ ഈ പറയുന്ന പോലുള്ള അയോൺ ചാനലുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അയോൺ ചാനലുകൾ ഡിഫറെന്റ് അയോണുകൾക്ക് വേണ്ടി ഡിഫറെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സെലക്റ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നത്. ചില ആൾക്കാർ ഇവർ കടത്തി വിടും, ചില ആൾക്കാരെ കടത്തി വിടത്തില്ല. അങ്ങനെ എന്താ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ആരെന്ന് പറയാ, ഈ പറയുന്ന ന്യൂറോണിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന അയോൺ ചാനലുകൾ. അതാ ആ പോയിന്റിൽ പറയുന്നത്. When a neuron is not conducting any impulse, ഒരു ന്യൂറോണിലൂടെ ഒരു ഇമ്പൾസും കടന്നു പോകാത്ത ഒരവസ്ഥ, കടന്നു പോകാതിരിക്കുക എന്ന് വിചാരിക്കുക, ഒരു ഇമ്പൾസും കടന്നു പോകുന്നില്ല എങ്കിൽ അതായത് ന്യൂറോൺ ഏത് സ്റ്റേറ്റിലാണെന്ന് പറയാം, റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണെന്ന് പറയാം. ജോലിയൊന്നും ചെയ്യുന്നില്ലടേ. നമുക്കറിയാം ന്യൂറോൺ എന്ന് പറയുമ്പോൾ ന്യൂറോൺ ജോലി എന്തുവാ, ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇമ്പൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ ന്യൂറോൺ ജോലിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ എന്തെടുക്കുക, റെസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി. ന്യൂറോൺ ഇപ്പോൾ ഏത് ഫേസിലിരിക്കുക, റെസ്റ്റിംഗ് പീരീഡിൽ ഇരിക്കുക, റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ഇമ്പൾസ് ഒന്നും പോകുന്നില്ല, ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ന്യൂറോൺ ഏത് സ്റ്റേറ്റിലാണ്, റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്. ആ സമയത്ത് എന്താ ന്യൂറോണിന്റെ അവസ്ഥ, അതാണ് നമ്മൾ പറയുന്നത്. The axonal membrane is comparatively more permeable to potassium ions and nearly impermeable to sodium ions. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണം. അതായത് റെസ്റ്റിംഗ് പീരീഡിൽ ഇരിക്കുന്ന നമ്മുടെ ന്യൂറോണിന്റെ ആക്സോണിന്റെ മെംബ്രെയിൻ എങ്ങനെയാണെന്നാ പറയുന്നേ, മോർ പെർമിയബിൾ ടു പൊട്ടാസ്യം അയോൺ, പൊട്ടാസ്യം അയോണുകളെ കടത്തിവിടുകയും ധാരാളമായി കടത്തിവിടുകയും അതേസമയം സോഡിയം അയോണുകളെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. ഇംപെർമിയബിൾ എന്ന് വെച്ചാൽ വിടാതിരിക്കുക, പെർമിയബിൾ എന്ന് പറഞ്ഞാൽ കടത്തിവിടുക. അപ്പൊ നോക്കി, റെസ്റ്റിംഗ് പീരീഡിൽ അല്ലെങ്കിൽ ഇമ്പൾസുകളെ ഒന്നും കടത്തിവിടാതിരിക്കുകയാണ് ഒരു ന്യൂറോണെങ്കിൽ ആ സമയത്ത് ആ ന്യൂറോണിന്റെ ആക്സോൺ മെംബ്രെയിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. എന്താ പ്രത്യേകത, പൊട്ടാസ്യം അയോണുകളെ എന്ത് ചെയ്യാണ് അവര് കൂടുതലായിട്ട് കടത്തിവിടുകയും സോഡിയം അയോണുകളെ അവർ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വേറെ പ്രത്യേകതയോടെ പറയുന്നുണ്ട്, സിമിലർലി ദ മെംബ്രെയിൻ ഈസ് impermeable to negatively charged proteins present in the axoplasm. അതായത് ആക്സോപ്ലാസം ആക്സോണിനകത്ത് കാണപ്പെടുന്ന സൈറ്റോപ്ലാസം. അപ്പൊ ഈ പറയുന്ന ആക്സോപ്ലാസത്തിനകത്ത് എന്ത് കാണപ്പെടും, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനുകൾ ഉണ്ടാവും. അവരെയും ഇവർ എന്ത് ചെയ്യുന്നില്ല, കടത്തിവിടുകയില്ല. അപ്പൊ ആരെയൊക്കെ കടത്തിവിടുന്നില്ല, സോഡിയം അയോണുകളെ കടത്തിവിടത്തില്ല, ദാറ്റ് ഈസ് ഇംപെർമിയബിൾ ആണ്. പിന്നെന്താ പറഞ്ഞത്, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസിനും എന്ത് ചെയ്യില്ല, അവര് കടത്തിവിടുന്നില്ല. ആരെ മാത്രം അപ്പോൾ അവിടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്, ആരെയാ, പൊട്ടാസ്യം അയോൺസ്. ഓക്കെ. Consequently, the axoplasm inside the axon contain high concentration of potassium ions and negatively charged proteins and low concentration of sodium ions. അപ്പോൾ മക്കളെ ഇവിടുത്തെ പ്രത്യേകത എന്താ നിങ്ങൾ നോക്കി. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ആക്സോപ്ലാസം ഇൻസൈഡ് ദ ആക്സോൺ, ആക്സോണിനകത്ത് കാണപ്പെടുന്ന ആക്സോണിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം അയോൺ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ എന്ത് ചെയ്യും, പൊട്ടാസ്യം അയൺസിനെ കടത്തിവിടുന്നല്ലേ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, പൊട്ടാസ്യം അയണിന്റെ അളവ് കൂടുമല്ലേ ആക്സോപ്ലാസ്റ്റിനുള്ളിൽ. അപ്പൊ പൊട്ടാസ്യം അയണിന്റെ അളവ് കൂടുന്നു, അതേ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ആൻഡ് ലോ കോൺസെൻട്രേഷൻ സോഡിയം. അതേസമയം സോഡിയം അയൺസിന്റെ ഒരു കേസ് നമ്മൾ നോക്കുവാണെങ്കിലോ കുറവായിരിക്കും. In contrast, the fluid outside the axon contains low concentration of potassium. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ആക്സോണിനുള്ളിലേക്ക് പുറത്തു നിന്നും പൊട്ടാസ്യം അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ പൊട്ടാസ്യത്തിന്റെ അളവ് ആക്സോണിനകത്ത് കൂടുതലാണ്. അതേസമയം ആക്സോണിന്റെ പുറത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ പൊട്ടാസ്യം പുറത്തുനിന്നല്ലേ അകത്തോട്ട് കയറുന്നേ. അപ്പൊ പുറത്ത് ആക്സോണിന്റെ പുറത്ത്, ഔട്ട്സൈഡ് ദ ആക്സോൺ, പൊട്ടാസ്യത്തിന്റെ അളവ് കുറവാ അല്ലേ. അതാ പറയണേ, the fluid outside the axon contain low concentration of potassium ions and a high concentration of sodium ions and thus forms a concentration gradient. എന്നാൽ സോഡിയം അയോൺസിന്റെ അളവ് ആക്സോണിന് പുറത്ത് കൂടുതലായിരിക്കും അല്ലേ. അതായത് പുറത്തു നിന്നും അകത്തോട്ട് കയറുന്നത് ആരാ, പൊട്ടാസ്യം അയോണാ. അപ്പൊ പൊട്ടാസ്യം അയണിന്റെ അളവ് ആക്സോണിന് അകത്ത് കൂടുതൽ, പൊട്ടാസ്യം അയണിന്റെ അളവ് ആക്സോണിന്റെ പുറത്ത് കുറവായി. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സോഡിയത്തിന്റെ അളവ്. സോഡിയം അയണിന്റെ അളവ് ആക്സോണിനകത്ത് കുറവും, കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്സോണിന് പുറത്ത് സോഡിയം അയണിന്റെ അളവ് കൂടുതലുമായിരിക്കും. അപ്പൊ ഈ ഒരു അവസ്ഥ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകും. അതായത് ചാർജ് ഡിഫറൻസിന് കാരണമായി തീരും. അതവിടെ പറയുന്നത്. ദീസ് അയോണിക് ഗ്രേഡിയന്റ്, അയോണുകൾക്കുള്ള വ്യത്യാസം, അതാണ് അയോണിക് ഗ്രേഡിയന്റ് അക്രോസ് ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ ആർ മെയിൻറ്റെയിൻഡ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ്. ആ ഒരു പോയിന്റ് പഠിക്കണം. അപ്പൊ ഈ ഒരു വ്യത്യാസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് സംഭവിക്കുന്ന അറിയാമോ, അയോണുകളുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നു. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എനർജി ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്പോർട്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നൊരു മെക്കാനിസം നടക്കുന്നുണ്ട് അയോണുകളുടെ. അതിന് സഹായിക്കുന്ന പമ്പ്, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് വിളിക്കും. അപ്പൊ എന്ത് സോഡിയം പൊട്ടാസ്യം പമ്പ് ചെയ്യണേന്ന് നോക്കി, വിച്ച് ട്രാൻസ്പോർട്ട്
three sodium ions outwards for 2 potassium ions into the cell. അപ്പോൾ ഇവരെന്താ ചെയ്യുക? ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നറിയോ? ഈ ഒരു അയോണിക് ഗ്രേഡിയന്റ് ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സോഡിയം പൊട്ടാസ്യം പമ്പ് അവിടെ നിന്ന് എന്താ ചെയ്യണേ? 3 സോഡിയം അയോണിനെ പുറത്തേക്കും 3 സോഡിയം അയോണിനെ പുറത്തേക്ക്. അപ്പൊ എങ്ങനെ എഴുതും? 3Na+. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തോട്ട് ആരോ ഇടുകയാണേ. ഓക്കെ, ഇനി 3 സോഡിയം അയോണിനെ പുറത്തേക്കും 2 പൊട്ടാസ്യം അയോണിനെ അകത്തേക്കും ഇവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സോഡിയം പൊട്ടാസ്യം പമ്പ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഏത് ട്രാൻസ്പോർട്ട് അവിടെ മെക്കാനിസം യൂസ് ചെയ്യണത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആസ് എ റിസൾട്ട് അതിന്റെ ഫലമായിട്ട് the outer surface of the axonal membrane possesses a positive charge while its inner surface becomes negatively charged. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? 3 സോഡിയം അയോണുകളെ പുറത്തേക്കും 2 പൊട്ടാസ്യം അയോണുകളെ അകത്തേക്കും സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ സഹായത്തോടു കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഔട്ടർ സർഫസ് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുകയും ഇന്നർ സർഫസ് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് വരയ്ക്കാം. ഔട്ടർ സർഫസ്, ഇപ്പൊ ഇത് ആക്സോണിന്റെ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. ഔട്ടർ സർഫസ് പോസിറ്റീവ് ചാർജ് ആകുന്നു. ആണല്ലോ. ഇന്നർ സർഫസ് എന്താവും എന്നാ പറഞ്ഞേ? നെഗറ്റീവ് ചാർജ് ആവൂലയോ? നെഗറ്റീവ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരും. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് റെസ്റ്റിംഗ് പീരിയഡിലിരിക്കുന്ന അവസ്ഥ. ഓക്കെ, ആൻഡ് ദെയർഫോർ ഇസ് പോളറൈസ്ഡ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുക? പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്നുള്ളത്. കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ന്യൂറോണിന്റെ സെല്ലുകൾ എന്ന് പറയുന്നത് എക്സൈറ്റബിൾ ആണെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം ഒരു പോളറൈസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുക എന്നല്ലയോ പറഞ്ഞു തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ഡിഫറൻസ് വരുന്ന സ്റ്റേറ്റാ അല്ലേ? അപ്പൊ ചാർജ് ഡിഫറൻസ് കണ്ടോ? പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. മനസ്സിലായോ? പോളറൈസ്ഡ് എങ്ങനെയാ വന്നേന്ന്, വേർഡ് എങ്ങനെയാ വന്നേന്ന് മനസ്സിലായി കാണൂ. അപ്പൊ പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ ന്യൂറോൺ എന്ന് മനസ്സിലായി. ഇനി അടുത്ത് നോക്കേ, ദ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസ്റ്റിംഗ് ഗ്ലാസ് മെംബ്രെയിൻ ഈസ് കോൾഡ് ആസ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടല്ലോ, പ്ലസ് പുറത്തും അകത്ത് നെഗറ്റീവ് വരുന്നത്, ഈ ഒരു ഡിഫറൻസ്, ഇപ്പൊ ഇതിനെ നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ചാർജ് ഡിഫറൻസ്, നമ്മൾ എന്താ വിളിക്കുക? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണോ? റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മനസ്സിലായാലേ ഇനിയുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആവത്തുള്ളൂ. നോക്കാം. You might be curious to know about the mechanism of generation of nerve impulse and its conduction along an axon. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എങ്ങനെയാ ഈ പറയുന്ന ഇമ്പൾസ് ആക്സോണിലൂടെ കടന്നു പോകുന്നത്? ആക്സോണിലൂടെ ഇമ്പൾസ് കടന്നു പോകാതിരിക്കുമ്പോൾ അത് പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആക്സോണിലൂടെ ഒരു ഇമ്പൾസ് കടന്നു പോവുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ എന്താ നോക്കാം. When a stimulus is applied at a site, that is the point A, on the polarized membrane, the membrane at the site A becomes freely permeable to sodium ion. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ പറയണേ? ഒരു സ്റ്റിമുലസ് വരുന്നു. അപ്പോൾ ഒരു സ്റ്റിമുലസ് വരുമ്പോൾ ആ സ്റ്റിമുലസ് വരുന്ന ഭാഗം എവിടെയാണോ സ്റ്റിമുലസ് എത്തുന്നത്, ആ സ്റ്റിമുലസ് വരുന്ന ഭാഗത്തെ നമ്മൾ സൈറ്റ് എ എന്ന് പറയുന്നു. നോക്കേ, ഇതാണ് എന്തെന്ന് പറയാ? സൈറ്റ് എ. അത് സ്റ്റിമുലസ് വന്ന് ചേരുന്ന ഭാഗം, സ്റ്റിമുലസ് എത്തിയ ഭാഗമാണ് ഏതെന്ന് പറയാ? സൈറ്റ് എ. ഓക്കെ. On the polarized membrane, the membrane at the site A becomes freely permeable to sodium ion. അപ്പൊ ഈ സൈറ്റ് എയിലേക്ക് ഒരു ഇമ്പൾസ് വന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് പറ്റിയെന്നാ പറയണേ? അവിടുത്തെ മെംബ്രെയിൻ എന്തിന് കാരണമായി? സോഡിയം അയോണുകളെ കടത്തിവിടാൻ കാരണമായി. ഫ്രീലി പെർമിയബിൾ ടു സോഡിയം അയോൺ. അപ്പൊ എന്താ? സൈറ്റ് എ നിങ്ങൾ കണ്ടു, ഇതാണ് സൈറ്റ് എ. ഇവിടേക്ക് ഒരു ഇമ്പൾസ് എത്തി. ഇമ്പൾസ് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള സോഡിയം അയോൺ ചാനൽ ഉണ്ടല്ലോ, ആ സോഡിയം അയോൺ ചാനലുകൾ എന്ത് ചെയ്തു? ഇറ്റ് ഈസ് പെർമിയബിൾ ടു സോഡിയം അയോൺ അല്ലെ? ഇത് പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കടത്തിവിടാൻ അനുവദിച്ചു, സോഡിയം അയോണുകളെ കടത്തിവിടാൻ അനുവദിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. This leads to a rapid influx of sodium ion followed by the reversal of the polarity at that site.
That is, the outer surface of the membrane becomes negatively charged and the inner side becomes positively charged. അപ്പോൾ ഇവിടെ എന്താ സൈറ്റ് എയിൽ എന്താ പറ്റി? ആ പറയുന്ന സോഡിയം അയോൺ ചാനലുകൾ സോഡിയം അയോൺസിന് എന്ത് ചെയ്തു? കടത്തിവിടും എന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ എന്ത് പറ്റി? സോഡിയം അയോണുകൾ അകത്തേക്ക് കയറാൻ തുടങ്ങി, പുറത്തു നിന്നും അകത്തേക്ക് കയറാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ പുറത്തു നിന്ന് അകത്തേക്ക് സോഡിയം അയോണുകൾ കയറാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ട് അവിടുത്തെ ചാർജ് തലതിരിഞ്ഞു വന്നു. ഇത്രയും നേരം ഇതിന് ഓപ്പോസിറ്റ്, ഇതിന് പുറത്ത് ഏത് ചാർജ് ആയിരുന്നു? ഇത്രയും നേരം, അതായത് ഇമ്പൾസ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇതിന്റെ ചാർജ്, ഈ ആക്സോണിന് പുറത്തുള്ള ചാർജ് പോസിറ്റീവ് ആയിരുന്നു, ആക്സോണിനകത്ത് നെഗറ്റീവ് ആയിരുന്നു. അതേസമയം ഇമ്പൾസ് വന്ന സമയത്ത് എന്ത് പറ്റി? ഈ ചാർജ് തലതിരിഞ്ഞു വന്നു, പുറത്ത് നെഗറ്റീവായി, അകത്ത് പോസിറ്റീവായി. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഡിയം അയോൺ ചാനലുകൾ തുറക്കുകയും പുറത്തു നിന്ന് സോഡിയം അയോണുകൾ അകത്തേക്ക് കയറാനും തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ചാർജ് റിവേഴ്സായി, പുറത്തുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവായി, അകത്തുള്ള നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ആവുകയും ചെയ്തു. ഓക്കെ ആണോ? പിന്നെ ഇതിന്റെ ബാക്കി എന്താന്ന് നോക്കി. ദ പൊളാരിറ്റി ഓഫ് ദ മെംബ്രെയിൻ അറ്റ് ദ സൈറ്റ് എ ഈസ് ദസ് റിവേഴ്സ്ഡ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആ സൈറ്റ് എയിലുള്ള പൊളാരിറ്റി. മക്കളെ, സൈറ്റ് എയുടെ പൊളാരിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ എങ്ങനെയാ? നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിക്കാം. അതായത് തൊട്ട് മുമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെയായിരുന്നു, ഇമ്പൾസ് ഒന്നും വരാതിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു, പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ് അല്ലായിരുന്നു. അപ്പോഴേക്കാണ് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ഭാഗത്ത് ഇച്ചിരി ഈ വരയ്ക്കുന്നത്, ഈ ഒരു വട്ടം വരച്ചിട്ടില്ലേ, ഈ ഒരു ഭാഗത്തേക്ക് എന്ത് വന്നു? ഒരു ഇമ്പൾസ് വന്നു. ഇമ്പൾസ് വന്നു. ഈ ഇമ്പൾസ് വന്ന സൈറ്റ് ഞാൻ സൈറ്റ് എ എന്ന് കൊടുത്തു. എന്താ കൊടുത്തേ? സൈറ്റ് എ എന്ന് കൊടുത്തു. അപ്പൊ ഈ സൈറ്റ് എയില് എന്ത് സംഭവിച്ചു? സോഡിയം അയോൺ ചാനൽ തുറന്നു. സോഡിയം അയോൺ അകത്തേക്ക് വലിച്ചെടുത്തു, അകത്തേക്ക് എടുത്തു. അപ്പൊ എന്തോ പറ്റി? ഇവിടുത്തെ ചാർജ് മക്കളെ എങ്ങനെ തലതിരിച്ചത്? എങ്ങനെയാ? പുറത്ത് പോസിറ്റീവ് അല്ലായിരുന്നു ഇത്രയും നേരം റസ്റ്റിംഗ് ആയിരുന്ന സമയത്ത്. അപ്പൊ ഇതിനെ തിരിച്ചിട്ടാ എങ്ങനെ വരും? പറഞ്ഞേ. തിരിച്ചിട്ടാല് പുറത്ത് എന്ത് കൊടുക്കണം? നമ്മള് പുറത്ത് നെഗറ്റീവ്, അകത്ത് എന്താക്കിയാ മതി? അങ്ങ് പോസിറ്റീവ് ആക്കിയാ പോരായോ? പുറത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം? പുറത്ത് നമ്മള് നെഗറ്റീവ് കൊടുക്കുന്നു, അകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? പോസിറ്റീവ് കൊടുക്കുന്നു. ഇത് സൈറ്റ് എയുടെ പ്രത്യേകതയാ. ക്ലിയർ ആണോ ഇപ്പോ? ഞാൻ ബാക്കി പോയിന്റ് പറയട്ടെ, ബാക്കി ശ്രദ്ധിച്ചേ. The polarity of the membrane at the site A is thus reversed. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ആ സൈറ്റ് എയുടെ പൊളാരിറ്റി നേരത്തെ റെസ്റ്റിംഗ് മെംബ്രെയിനിൽ കണ്ടതാണോ നിങ്ങൾ കണ്ടേ? അല്ല, തലതിരിഞ്ഞു വന്നു, റിവേഴ്സ്ഡ് ആയി. മക്കളെ, ഇങ്ങനെ കണ്ടാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീപോളറൈസ്ഡ്. എന്താ വിളിക്കുക? ഡീപോളറൈസ്ഡ്. നമ്മൾ ആദ്യം പറഞ്ഞു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പറഞ്ഞു, ചുമ്മാ ഇരിക്കുമായിരുന്നു അല്ലയോ? അതായത് പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്, ആ രീതിയിൽ കണ്ട റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കണം. ഇനി ഇത് തലതിരിച്ചു വന്നു, ഇമ്പൾസ് വന്നപ്പോ, അപ്പൊ അതിനെന്ത് വിളിച്ചു? ഡീപോളറൈസ്ഡ് എന്ന് വിളിച്ചു. ഇനി നോക്കാം. ഇത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ അറ്റ് ദ സൈറ്റ് എ ഈസ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ സൈറ്റ് എയില് എന്ത് പറ്റിയെന്നാ പറയണത്? ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ടായില്ലേ? എവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. ഇത് നമ്മൾ പേര് കൊടുക്കണം. ഇതിന്റെ പേരെന്താ? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. വിച്ച് ഈസ് ഇൻ ഫാക്ട് ടേംഡ് ആസ് നെർവ് ഇമ്പൾസ്. മക്കളെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞേ? നെർവ് ഇമ്പൾസ്. അതായത് ഈ നെർവ് ഇമ്പൾസ് തന്നെയാണ് എന്തെന്ന് പറയുന്നേ? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. അതായത് അവിടെ എന്താ? ഈ പറഞ്ഞ ഇമ്പൾസ് ഒന്നും കടന്നു പോകാതിരുന്ന അവസ്ഥയിലുള്ള പോളറൈസ്ഡ് സ്റ്റേറ്റ്. അപ്പോഴും നമ്മൾ അതിനെ വിളിച്ച പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. പിന്നെ ഇമ്പൾസ് കടന്നു പോയപ്പോ പോളറൈസ്ഡ് മാറി ഡീപോളറൈസ്ഡ് സ്റ്റേറ്റിലോട്ട് വന്നു. അപ്പൊ ഇമ്പൾസ് ഉണ്ട് അവിടെ. അപ്പൊ ഇമ്പൾസ് തന്നെയാണ് നമ്മൾ വേറെ പേരിൽ അറിയപ്പെട്ട എന്താ? ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ആ ഒരു ചാർജ് ഡിഫറൻസ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇമ്പൾസ് വന്നുകൊണ്ടാണ് നടന്നേ. ക്ലിയർ ആണല്ലോ? ഇനി at the sites immediately ahead the axon, that's the site B, membrane has a positive charge on the outer surface and a negative charge on its inner surface. മക്കളെ, അത് നോക്കാം. നമ്മുടെ NCERT ടെസ്റ്റിലെ ഫിഗർ വെച്ചിട്ട് കണ്ടേ, ഇതായിരുന്നു നമ്മുടെ സൈറ്റ് എ. ഇതായത് ഇത് നമ്മുടെ സൈറ്റ് ബി ആണ്. അപ്പൊ ഈ ബി എന്ന് പറയുന്ന സൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. അല്ലെങ്കിൽ ഇത് സൈറ്റ് എ ആണെങ്കിൽ ഇതാണ് സൈറ്റ് ബി, ഈ ഒരു ഭാഗം. അപ്പൊ ബി എന്ന് പറയുന്ന സൈറ്റ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ബി നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ബി എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ഇമ്പൾസ് എത്തിയിട്ടില്ല. സൈറ്റ് എയിൽ മാത്രമാണ് ഇപ്പോൾ ഇമ്പൾസ് ഉള്ളത്. ബി എന്ന് പറയുന്ന സൈറ്റിൽ, ആ ഒരു സൈറ്റിൽ ഇമ്പൾസ് വന്നിട്ടില്ല. അപ്പൊ പഴയ പൊസിഷനിലല്ലയോ, പഴയ രീതി ഇരിക്കുമല്ലയോ, പോളറൈസ്ഡ് സ്റ്റേറ്റ് ഇരിക്കുമല്ലയോ, പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ് നിങ്ങൾ കാണുന്നില്ലയോ? അത് തന്നെ ഇവിടെ പറയുന്നത്.
ക്ലിയർ ആയോ? അത് ഇമ്പൾസ് വരുമ്പോൾ തലതിരിച്ച്, ഇമ്പൾസ് ഇല്ലല്ലോ അപ്പൊ പഴയ പോലെ എന്നോർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നോക്കാം, at sites immediately ahead the axon, that the site B, the membrane has a positive charge on the outer surface. പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും ബി എന്ന് പറയുന്ന സൈറ്റിൽ. ഓക്കെ, as a result a current flows on the inner surface from the site A to site B. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ സൈറ്റ് എ ഇരിക്കുന്ന ആ ഒരു ഇമ്പൾസ് ഉണ്ടല്ലോ, അത് അവിടുന്ന് എങ്ങോട്ടേക്ക് ചാടാൻ തുടങ്ങും? സൈറ്റ് ബിയിലോട്ട് പോകും. സൈറ്റ് എയിൽ ഇമ്പൾസ് കിട്ടി, അവിടെ ഇരുന്നാൽ പറ്റും ഇമ്പൾസ്, അവിടുന്ന് അങ്ങ് വരെ എത്തണം, പൊക്കൊണ്ടേ ഇരിക്കണ്ടേ? അപ്പൊ അതിനുവേണ്ടി സൈറ്റ് എയിൽ മാത്രമല്ല അങ്ങോട്ടേക്ക് പോകണം, സൈറ്റ് ബിയിലോട്ട് പോകണം, അത് കഴിഞ്ഞ് സി ഉണ്ടെങ്കിൽ സി ഡി എന്ന് പറയാൻ പോകണം അല്ലേ? അപ്പൊ ഇമ്പൾസ് സൈറ്റ് എയിൽ മാത്രം നിൽക്കുമോ? ഇല്ല, അടുത്തടുത്തോട്ട് ചാടും. അപ്പൊ ഇമ്പൾസ് എങ്ങോട്ടേക്ക് ഇനി ചാടാൻ തുടങ്ങും? സൈറ്റ് ബിയിലോട്ട് ചാടും. On the outer surface current flows from the site B to site A. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. as a result the current flows on the inner surface from site A to site B. അതായത് ഇന്നർ സർഫസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നർ സർഫസിൽ കറണ്ട് പാസ് ചെയ്യുന്നത് സൈറ്റ് എയിൽ നിന്നും സൈറ്റ് ബിയിലോട്ടാണ്. ഇന്നർ സർഫസിൽ സംഭവിക്കുന്നത് കറണ്ടിന്റെ പാസേജ് നിങ്ങൾ നോക്കേണ്ടത് എ ടു, ഇവിടെ എ ആണ്, ഇത് ബി ആണ്, എയിൽ നിന്ന് എങ്ങോട്ടേക്ക്? ബിയിലോട്ടേക്കും. എന്നാൽ പുറത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിയിൽ നിന്നും എയിലോട്ടേക്കുമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു പഠിച്ചോണം, അത് മറക്കരുത്. ഓക്കെ, നമുക്കറിയാം ഈ പറയുന്ന ഇമ്പൾസ് ഇവിടെ മാത്രം നിന്നിട്ട് കാര്യമില്ല, ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അപ്പൊ ഇവിടെ അകത്തും പുറത്തും ഡിഫറെന്റ് ആയിട്ടാണ് നടക്കുന്നത് കറണ്ടിന്റെ ഫ്ലോ. ഓക്കെ, അതായത് അകത്ത് നടക്കുന്ന എങ്ങനെ? എ ടു ബിയും പുറത്ത് നടക്കുന്ന എങ്ങനെ? ബി ടു എ എന്ന രീതിയിലുമാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. On the outer surface, current flows from the site B to A to complete the circuit of electric flow. അതെന്തിനാണ് കറണ്ട് ഫ്ലോ? അതെന്തിനായിട്ട് ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. Hence, the polarity at the site is reversed and the action potential is generated at the site B. അപ്പൊ ഇവിടെ പിന്നെയും പൊളാരിറ്റി ചേഞ്ച് ചെയ്യുക, കാരണം എയിൽ നിന്ന് ഇമ്പൾസ് ഇവിടെ എത്തി, ബിയിലെത്തി. അപ്പൊ ബിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ല, അവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് വരും, ബിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് വരും. Thus the impulse, that's action potential, is generated at site A, arrives at site B. അപ്പൊ എന്ത് പറ്റും? ആക്ഷൻ പൊട്ടൻഷ്യൽ എയിൽ നിന്നും എവിടേക്ക് ചാടി എത്തി? ബിയിലെത്തി. The sequence is repeated along the length of the axon and consequently the impulse is conducted. അങ്ങനെ ആ ഒരു ആക്സോൺ മൊത്തത്തിൽ അതിന്റെ നീളം എവിടം വരെ ഉണ്ടോ അവിടം വരെയും ഈ പറയുന്ന സീക്വൻസ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എ ടു ബി, ബി ടു സി എന്ന് പറയും, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആ ആക്സോണിന്റെ നീളം എവിടെ വരെ വരുന്നുണ്ടോ അവിടം വരെ. ഓക്കെ, the rise in the stimulus induced permeability to sodium ion is extremely short-lived. It is quickly followed by rise in permeability to potassium ion. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ഇമ്പൾസ് വന്ന് അങ്ങോട്ട് ചെന്നത് കൊണ്ടല്ലയോ, ഇമ്പൾസ് അങ്ങോട്ട് എത്തിയത് കൊണ്ടല്ലയോ ആ സോഡിയം അയൺ ചാനൽ തുറക്കുകയും സോഡിയത്തിനെ അകത്തോട്ട് കയറ്റുകയും ചെയ്തേ. ആ ഒരു പരിപാടിയല്ലേ സോഡിയത്തെ അകത്തോട്ട് കയറ്റുന്ന ഒരു പരിപാടി, അത് കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാവും. ഷോർട്ട് ലിവ്ഡ് പ്രോസസ് ആണ്, അതാ പറയണേ. ഇറ്റ് ഈസ് ക്വിക്ലി ഫോളോഡ് ബൈ റൈസ് ഇൻ പെർമിബിലിറ്റി ഓഫ് പൊട്ടാസ്യം അയൺ. അതിന് തൊട്ടടുത്ത് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് നടക്കും, പൊട്ടാസ്യത്തിന്റെ പെർമിബിലിറ്റി അവര് കൂട്ടാൻ തുടങ്ങും. സോഡിയത്തെ കയറ്റി വിടുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ, അത് വളരെ എന്താണ് ഷോർട്ട് ലിവ്ഡ് ആണ്, സമയം കുറവാണ്, ദൈർഘ്യം കുറവാണ്. എന്നാ അതിന് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് എന്ത് നടക്കും എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ പെർമിബിലിറ്റി, പൊട്ടാസ്യം അഞ്ചാണ് തുറക്കുന്ന അവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കാം, വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് potassium ion diffuses outside the membrane and restores the resting potential of the membrane at the site of excitation and the fiber become once more responsive to further stimulation. അത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് ഇതിപ്പോ സൈറ്റ് എ ആണെങ്കിൽ സൈറ്റ് എയിൽ നിന്നും സൈറ്റ് ബിയിലോട്ട് ഇമ്പൾസ് പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സൈറ്റ് എയിൽ ഇമ്പൾസ് ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇമ്പൾസ് എവിടെയാ? സൈറ്റ് ബിയിലെത്തി. അപ്പൊ നമ്മുടെ സൈറ്റ് എ എന്ത് ചെയ്യണം? പഴയ പൊസിഷനിൽ തിരിച്ചു വരണ്ടായോ? അപ്പോൾ പഴയ പൊസിഷനിൽ വളരെ പെട്ടെന്നായിരുന്നു തിരിച്ചു വരുന്നത്. അതെങ്ങനെ തിരിച്ചു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം അയൺ ചാനൽ പകരം അവിടെ പൊട്ടാസ്യം അയൺ ചാനലായിരിക്കും തുറക്കുന്നത്. അപ്പോൾ റീസ്റ്റോർ ചെയ്യും പഴയത്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? ഈ എയിൽ നിന്ന് ബിയിലേക്ക് ഇമ്പൾസ് എത്തിയ സമയത്ത് ബിക്കാണ് മാറ്റം വരുന്നത്. അപ്പോൾ എ പഴയതുപോലെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലോട്ട് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഇങ്ങനെ ചാടി ചാടി ഇവരിങ്ങോട്ട് പോകുമ്പോൾ ഇവര് പഴയ പൊസിഷനിലല്ലോ തിരിച്ചു വരും. അപ്പോൾ പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവും വരും നിങ്ങൾക്ക് കാണാം. ഇങ്ങോട്ടേക്കാണെങ്കിൽ പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവ് എന്ന രീതിയിൽ പോകും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ വരെ ഈ ഒരു ആക്സൺ എവിടം വരെ നീളമുണ്ടോ അവിടം വരെയും ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. മക്കൾ, ഇതാണ് നെർവ് ഇമ്പൾസിന്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലാണ് നെർവ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഒന്നുകൂടെ നന്നായിട്ട് ആ ഒരു ഏരിയ വായിച്ചു നോക്കണം, വായിച്ചത് മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്.
നീറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ വായിച്ചു വെക്കേണ്ട ഒരു ഭാഗം കൂടിയാണിത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. നമ്മൾ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ് ആണ് പഠിച്ചത്. അതായത് ഒരു ആക്സോണിന്റെ ടോട്ടൽ ലെങ്തിന് എങ്ങനെ പോയി എന്നുള്ളതല്ലേ നമ്മൾ പഠിച്ചേ. ഇനി നമ്മൾ പറയുന്നത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിനടുത്ത് പോകണം, ട്രാൻസ്മിറ്റ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം ഇമ്പൾസ്. അതെങ്ങനെ, അതാണ് നമ്മൾ പഠിക്കണേ. ദാറ്റ് ഈസ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്. അപ്പോൾ നോക്കിയേക്കാം. A nerve impulse is transmitted from one neuron to another through junctions called synapses. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സഹായിക്കുന്ന ജംഗ്ഷനുകളെയാണ് സിനാപ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ സിനാപ്സ് എന്താ? അടുത്തൊരു ക്വസ്റ്റ്യൻ വരും. മക്കളെ, സിനാപ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂറോണുകൾ തങ്ങൾ ചേരുന്ന ജംഗ്ഷൻ. നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പണ്ടൊക്കെ പഠിക്കുമായിരുന്നു. രണ്ട് ന്യൂറോണുകൾ തങ്ങളിലോ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസ്കുലാർ സെല്ലും തങ്ങളിലോ, അല്ലെങ്കിൽ ഒരു ന്യൂറോൺ ഒരു ഗ്ലാൻഡുലാർ സെല്ലുകൾ തങ്ങളിലോ ചേരുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സിനാപ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ആ ഒരു ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ന്യൂറോണിൽ നിന്നും അടുത്തൊരു ന്യൂറോണിലേക്കാണ്. അതും സിനാപ്സുകൾ വഴി, ആ ജംഗ്ഷനുകളായ സിനാപ്സുകൾ വഴി. സിനാപ്സ് is formed by the membranes of a presynaptic neuron and a postsynaptic neuron which may or may not be separated by a gap called synaptic cleft. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഒരു സിനാപ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വെച്ച് ഇത് പഠിക്കാം. രണ്ട് ന്യൂറോണുകൾ തങ്ങൾ ചേരുന്നു എന്ന ബേസിസിലാണ് ഇവിടെ നമ്മൾ പറയണത്. അപ്പോൾ ഇവിടെ രണ്ട് ന്യൂറോണുകൾ ചേർന്ന് കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ ന്യൂറോണിനെ, ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോണിനെ ഞാൻ വിളിക്കുന്ന പേരാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. രണ്ടാമത്തത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു ന്യൂറോൺ ഉണ്ടാവില്ലേ, അതാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ ഇവിടെ നോക്കി, synapse is formed. Synapse is a junction between two neurons that is formed by the membranes of a presynaptic neuron and a postsynaptic neuron. ഒരു പ്രീസിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെയും മെംബ്രെയിൻസ് തങ്ങൾ ചേരുന്ന ജംഗ്ഷനാണ് ആക്ച്വലി എന്തെന്ന് പറയാ? സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന രണ്ട് ന്യൂറോണുകൾക്കിടയിൽ ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടാകാം, ചിലപ്പോൾ ഗ്യാപ്പ് കാണാതെയും ഇരിക്കാം. ആ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഓക്കെ, അപ്പൊ ചില കേസുകളിൽ ഈ പറഞ്ഞ സിനാപ്റ്റിക് ക്ലഫ്റ്റ് കാണാം, ചിലപ്പോൾ കാണാതെയും ഇരിക്കാം. There are two types of synapses. രണ്ട് തരത്തിലുള്ള സിനാപ്സുകൾ ഉണ്ട്. നെയിംലി ഇലക്ട്രിക്കൽ സിനാപ്സസ് ആൻഡ് കെമിക്കൽ സിനാപ്സസ്. അപ്പൊ സിനാപ്സ് എന്താന്ന് മനസ്സിലായി. അവിടെ കാണപ്പെടുന്ന ആ ഒരു വിടവ്, ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പേര് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. പിന്നെ ചില കേസുകളിൽ ഈ പറഞ്ഞ സിനാപ്റ്റിക് ക്ലഫ്റ്റ് കാണാം, ചിലപ്പോൾ കാണാതെ ഇരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറയുന്നത് എന്താ? രണ്ട് തരത്തിലുള്ള സിനാപ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രിക്കൽ സിനാപ്സുകളും കെമിക്കൽ സിനാപ്സുകൾ. അറ്റ് ഇലക്ട്രിക്കൽ സിനാപ്സസ്, അപ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സിനെ കുറിച്ച് ഇനി നമ്മൾ പഠിക്കുന്നത്. ദ മെംബ്രെയിൻസ് ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ആർ ഇൻ വെരി ക്ലോസ് പ്രോക്സിമിറ്റി. അതായത് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുമ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും അത്രത്തോളം അടുത്തിരിക്കുകയാണ്, ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ്. അപ്പോൾ അവിടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? The electric current can flow directly from one neuron to other across these synapses. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്മിഷൻ നടക്കും. കാരണം അവിടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ടോ ഇല്ല, അത്രമാത്രം ഇവര് രണ്ടുപേരും അടുത്തിരിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, രണ്ട് തരത്തിലുള്ള സിനാപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക്കൽ സിനാപ്സും ഉണ്ട്, അതോടെ തന്നെ കെമിക്കൽ സിനാപ്സും ഉണ്ട്. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക, ഇതിപ്പം പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും നന്നായിട്ട് ഇങ്ങനെ അടുത്തിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഇമ്പൾസ് വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എത്തും. കാരണം അത്രത്തോളം അടുത്തിരിക്കുകയാണ്. ഇവിടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഒന്നും നമ്മൾ കാണുന്നില്ല, അത്രമാത്രം അടുത്തിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുകയും ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ഓഫ് ആൻ ഇമ്പൾസ് അക്രോസ് ദ ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് വെരി സിമിലർ ടു ഇമ്പൾസ് കണ്ടക്ഷൻ അലോങ് എ സിംഗിൾ ആക്സോൺ. അപ്പൊ ഈ പറയുന്ന ഇലക്ട്രിക്കൽ സിനാപ്സിലൂടെ ഉള്ള ആ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്തിന് സിമിലർ ആയിരിക്കും? ഒരു സിംഗിൾ ആക്സോൺ ഉള്ള ഒരു ന്യൂറോണിലൂടെയുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷന് സിമിലർ ആയിരിക്കും. ദി ഇമ്പൾസ് ട്രാൻസ്മിഷൻ അക്രോസ് ആൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് ഓൾവേസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് അക്രോസ് എ കെമിക്കൽ സിനാപ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അവിടെ കമ്പാരിസൺ നടത്തുകയാണ്. ഒരു ഇലക്ട്രിക്കൽ സിനാപ്സും ഒരു കെമിക്കൽ സിനാപ്സും നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് കെമിക്കൽ സിനാപ്സിനെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ട് ഇലക്ട്രിക്കൽ സിനാപ്സിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫാസ്റ്ററായിട്ട് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിനാപ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ്. ഇലക്ട്രിക്കൽ സിനാപ്സ് ആർ റയർ ഇൻ അവർ സിസ്റ്റം. നമ്മുടെ ബോഡിയിൽ ഇലക്ട്രിക്കൽ സിനാപ്സ് വളരെയധികം റയർ ആണ്.
ഓക്കെ, വിരളമാണെന്ന് തന്നെ പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് സിനാപ്സ്, ഇതാണ് അപ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടുതൽ, അതായത് കെമിക്കൽ സിനാപ്സ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിക്കുകയും വേണം. അപ്പോൾ എന്താ കെമിക്കൽ സിനാപ്സ് എന്ന് നോക്കി. അറ്റ് എ കെമിക്കൽ സിനാപ്സ് the membranes of the pre and post synaptic neurons are separated by a fluid filled space. അതായത് ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, ഇതിനിടയ്ക്ക് എന്തുണ്ട്, ഒരു സ്പേസ് ഉണ്ട് അല്ലെ, ഇത്രയും വിടവുണ്ട് മക്കളെ, അതായത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ടാവും അല്ലേ, ഒരു വിടവുണ്ട്. ആ വിടവിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്. അവിടെ ഒരു ഫ്ലൂയിഡും ഉണ്ടായിരിക്കും, ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ഉണ്ടാവും. ആ ഒരു സ്പേസിന്റെ പേരെന്താ, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് വിളിക്കുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സിനാപ്സ് കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ആക്സോൺ, ഇത് ആക്സോണിന്റെ ടെർമിനൽ അല്ലേ, ബൾജ് ചെയ്തിരിക്കുന്ന സിനാപ്റ്റിക് നോവൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട്. സിനാപ്റ്റിക് വെസിക്കിളിനകത്ത് ഒരു കെമിക്കൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതിന്റെ പേരെന്താ, കെമിക്കലിന്റെ പേര് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിലെ കെമിക്കൽസ് ഇരിപ്പുണ്ട്. പിന്നെ താണ്ടേ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ഒരു ഭാഗം ഇത് താണ്ടേ പകുതിയെ കാണിച്ചുള്ളൂ കേട്ടോ. അതായത് ഇത് അടുത്ത ന്യൂറോണിന്റെ പോർഷനാണ് മക്കളെ, ഇത് കേട്ടോ, ഇത് ഇങ്ങനെ കാണിച്ചിട്ടില്ലേ, ഇവിടെയുണ്ട് ഈ ഒരു ഏരിയ. അപ്പൊ അതെന്താ, അടുത്ത ന്യൂറോണിന്റെ ഭാഗം, ദാറ്റ് ഇസ് ദ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, ഇതെന്താ, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ഭാഗമില്ലേ, ഇതാണ്ട് ഇവിടെ ഈ ജംഗ്ഷൻ, ഇതാണ് ആക്ച്വലി സിനാപ്സ് എന്ന് പറയും. ഇവിടുത്തെ ആ ഒരു വിടവാണ് എന്തെന്ന് പറയാ, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഈ പറയുന്ന ആ സിനാപ്റ്റിക് നോബിനകത്ത്, നമ്മുടെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിനകത്ത് സിനാപ്റ്റിക് വെസിക്കിൾ, അതിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ, ആ സിനാപ്റ്റിക് വെസിക്കിൾ വന്ന് ഇവിടെ ഇങ്ങനെ ചേരുന്നുണ്ട്, അതിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ ക്ലഫ്റ്റിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്ലഫ്റ്റിനകത്ത് ഇറങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇമ്പൾസും എത്തും. അതാണ് തൊട്ടടുത്തതിനകത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നോക്കാം ഇവിടെ എന്താ പറയുന്നത് നോക്കിയേ. Chemicals called neurotransmitters are involved in the transmission of impulses at these synapses. അതായത് കെമിക്കൽ സിനാപ്സിന്റെ കേസിൽ ഇവിടെ കെമിക്കലുകളായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സഹായമുണ്ട്. എന്നാൽ നമ്മൾ ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ കേസിൽ അവിടെ സിനാപ്റ്റിക് ക്ലഫ്റ്റോ കെമിക്കലുകളുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കെമിക്കൽ സിനാപ്സിന്റെ കേസിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന കെമിക്കലിന്റെ സഹായം ഇവിടെ വേണം, എങ്കിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കും. അതുകൊണ്ട് അവരുടെ പേര് എന്തായത്, കെമിക്കൽ സിനാപ്സ് എന്ന പേര് വന്നത്. The axon terminals contain vesicles filled with these neurotransmitters. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ആക്സോണിന്റെ ടെർമിനലില് സിനാപ്റ്റിക് നോബ് ഉണ്ട്, ആ സിനാപ്റ്റിക് നോബിനകത്ത് സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട്. ഈ സിനാപ്റ്റിക് വെസിക്കിളിനകത്തുള്ള കെമിക്കലിന്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്ന് പറയുന്നത്. When an impulse or action potential arrives at the axon terminal, it stimulates the movement of the synaptic vesicle towards the membrane, where they fuse with the plasma membrane and release their neurotransmitters in the synaptic cleft. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു ഇമ്പൾസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പറയുന്ന സിനാപ്റ്റിക് വെസിക്കിളിൽ ഇങ്ങോട്ടേക്ക് വരും, ദാ ഈ ഒരു മെംബ്രെയിനിൽ വന്ന് ഇങ്ങനെ ഫ്യൂസ് ആയിട്ട് ആ ഇമ്പൾസിനോടൊപ്പം തന്നെ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഈ ഒരു വിടവ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് അവർ വിട്ടുകൊടുക്കും അല്ലേ, ഞാൻ ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും. അതവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, the released neurotransmitters bind it to the specific receptors. അത് ഓർക്കണം, ഈ റിലീസ് ചെയ്യപ്പെട്ട ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എങ്ങോട്ടേക്കാണ്, സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്ററുകൾ. എവിടെ കാണപ്പെടുന്ന, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണുകളിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് ഇരിപ്പുണ്ട്, കണ്ടോ, റിസപ്റ്റർ ഇരിപ്പുണ്ട്. ഈ സ്പെസിഫിക് റിസപ്റ്ററുകളിൽ വന്ന് എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യും. ഓക്കെ, ദിസ് ബൈൻഡിങ് ഓപ്പൺസ് അയോൺ ചാനൽസ്. അതെന്തിന് കാരണമായി, ന്യൂറോ ട്രാൻസ്മിറ്റർ, നമ്മുടെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്നും വന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ, ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ എന്താ ചെയ്യുക, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന്റെ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അയോൺ ചാനലുകൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണുകളിൽ ഓപ്പൺ ആവുകയും the entry of ions which can generate a new potential in the post synaptic ന്യൂറോൺ. അപ്പോൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ അയോൺ ചാനൽ തുറക്കുമ്പോൾ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ, പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ ആർക്ക് കിട്ടും, രണ്ടാമത്തെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിന് കിട്ടും. ഓക്കെ, ദ ന്യൂ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് മേ എയ്തർ എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. അപ്പോൾ പുതിയൊരു പൊട്ടൻഷ്യൽ അവിടെ കിട്ടിയില്ലേ, ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഉത്തേജിപ്പിക്കാനുള്ളതായിരിക്കാം, എക്സൈറ്റിംഗ് സ്റ്റേറ്റിലേക്ക് ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഇൻഹിബിറ്ററി സ്റ്റേറ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സഹായിച്ച ജംഗ്ഷന്റെ പേരല്ലേ സിനാപ്സ്. അപ്പോൾ ഈ ഫിഗർ നോക്കി വെച്ചേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആക്സോൺ കാണാം,
ആക്സോണിന്റെ ടെർമിനൽ ഇങ്ങനെ ഒരു ബൾജ്ഡ് പോർഷൻ ഉണ്ട്, ദാറ്റ് ഇസ് ദ സിനാപ്റ്റിക് നോബ്. അതിനകത്ത് വെസിക്കിൾ സ്ട്രക്ചർ ഉണ്ട്, സിനാപ്റ്റിക് വെസിക്കിൾ. അതിനുള്ളിൽ കാണപ്പെടുന്ന കെമിക്കലുകളാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. പിന്നെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കുമ്പോൾ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ കാണാം. ഇത് രണ്ടിനും ഇടയിലായിട്ടൊരു വിടവുണ്ട്, അതിന് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈ ജംഗ്ഷനെ നിങ്ങൾ സിനാപ്സ് എന്ന് വിളിക്കണം. പിന്നെന്താ സംഭവിക്കുക? ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടങ്ങിയിരിക്കുന്ന സിനാപ്റ്റിക് വെസിക്കിള് ആക്ഷൻ പൊട്ടൻഷ്യൽ വരുമ്പോഴേക്കും ഈ ഒരു പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ വന്ന് അറ്റാച്ച് ചെയ്യുകയും അത് പുറത്തേക്ക് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് തൊട്ടിപ്പുറത്തിരിക്കുന്ന പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിന്റെ കറസ്പോണ്ടിങ് റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ അടങ്ങിയിരിക്കുന്ന അയോൺ ചാനലുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. അവിടെ പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റീവ് ഇമ്പൾസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. The brain is the central information processing organ of our body and act as the command and a control system. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഓർഗൻ എന്നറിയപ്പെടുന്നത്, നമ്മുടെ ശരീരത്തിലെ ഇൻഫർമേഷൻസിനെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഓർഗൻ ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, കണ്ടോ? കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ബോഡിക്കകത്തെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗൻ ഉണ്ടെങ്കിൽ, നിയന്ത്രിക്കുന്ന ഒരു ഓർഗൻ ഉണ്ടെങ്കിൽ, കമാൻഡ് പുറപ്പെടുവിക്കുന്ന ഒരു ഓർഗൻ ഉണ്ടെങ്കിൽ അതാരാണ്? ബ്രെയിൻ ആണ്. ഓക്കെ, അതുകൊണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രെയിൻ ആണ്. ബ്രെയിൻ ഉൾപ്പെടുന്ന ന്യൂറൽ സിസ്റ്റം ഏതാണ്? സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ബ്രെയിനും വരും, അതോടൊപ്പം തന്നെ സ്പൈനൽ കോഡും വരുന്നുണ്ട്. It controls the voluntary movements, balance of the body, functioning of vital involuntary organs, thermoregulation, hunger and thirst, circadian rhythms of our body, activities of several endocrine glands and human behavior. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ കൺട്രോൾ ചെയ്യാൻ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കി? അവർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്, നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇഷ്ടാനുസരണം, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറേയധികം മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ബാലൻസ് ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡി ബാലൻസിങ്, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഫംഗ്ഷൻ ഓഫ് ദ വൈറ്റൽ ഇൻവോളണ്ടറി ഓർഗൻസ് സച്ച് ആസ് ലങ്സ്, ഹാർട്ട്, കിഡ്നി, നമ്മുടെ ശരീരത്തിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനുകളായി, ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് ആയിട്ടുള്ള ലങ്സ്, ഹാർട്ട്, കിഡ്നി, അവയുടെയൊക്കെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. തെർമോ റെഗുലേഷൻ, നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാൻ, ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഹങ്കർ ആൻഡ് തേഴ്സ്, നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു, നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഒരു സർക്കീഡിയൻ ഋതം, അതല്ലെങ്കിൽ 24 hour ഋതം, ഒരു താളാത്മകമായ പ്രവർത്തനം നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ രാവിലെ എന്ത് ചെയ്യാണ്? നമ്മൾ എഴുന്നേൽക്കുന്നു, രാത്രി നമ്മൾ ഉറങ്ങുന്നു. ഒരു എന്താ പറയുക, ഋത്തമിക്കായിട്ടൊരു ഒരു മൂവ്മെന്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഒരു സർക്കേഡിയൻ ഋത്തം നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്. അത് നമ്മൾ അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കും. എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുമ്പോൾ അവരെ സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ അല്ലേ, നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ബിഹേവിയർ അല്ലേ, ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ആര് തന്നെയാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. ഇറ്റ് ഈസ് ഓൾസോ ദ സൈറ്റ് ഫോർ പ്രോസസ്സിംഗ് ഓഫ് വിഷൻ, ഹിയറിംഗ്, സ്പീച്ച്, മെമ്മറി, ഇന്റലിജൻസ്, ഇമോഷൻസ് ആൻഡ് തോട്ട്സ്. ഇപ്പം ഇത് ഓർത്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഈ പറയുന്ന പലതരത്തിലുള്ള പ്രോസസ്സുകൾക്കും കാരണമാവുന്നത്. അപ്പം ഏതൊക്കെ പ്രോസസ്സിനെ അവർ കൺട്രോൾ ചെയ്യുന്നു? വിഷൻ, കാഴ്ച; ഹിയറിംഗ്, കേൾവി; സ്പീച്ച്, സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ ആ ഒരു കഴിവ്; മെമ്മറി, ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി, ഓർമ്മ; ഇമോഷൻസ്, നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്, ചിന്തകളുണ്ട്. അപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആര് തന്നെയാണ്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായ ബ്രെയിൻ തന്നെയാണ്. ഹ്യൂമൻ ബ്രെയിൻ ഇസ് വെൽ പ്രൊട്ടക്റ്റഡ് ബൈ എ സ്കൾ. ഇനി ബ്രെയിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്ന സ്കള്ളിനുള്ളിൽ, തലയോടെന്ന് നമ്മൾ പറയില്ലേ, അതിനുള്ളിലാണ് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻസൈഡ് ദ സ്കൾ ദ ബ്രെയിൻ ഈസ് കവേർഡ് ബൈ, സ്കള്ളിനുള്ളിൽ, ഈ പറയുന്ന തലയോടിനുള്ളിൽ ഈ പറയുന്ന ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെംബ്രെയിൻ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രേനിയൽ മെനിഞ്ചസ് എന്ന് പറയാം. അപ്പൊ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണുന്ന ഒരു ആവരണം, മെംബ്രെയിൻ, അതിനെന്താ നമ്മൾ വിളിക്കുക? ക്രേനിയൽ മെനിഞ്ചസ് എന്ന് പറയുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഔട്ടർ ലെയർ കോൾഡ് ഡ്യൂറാ മാറ്റർ, എ വെരി തിൻ മിഡിൽ ലെയർ കോൾഡ് അരക്നോയിഡ്, ആൻഡ് ഇന്നർ ലെയർ വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബ്രെയിൻ ടിഷ്യൂ കോൾഡ് പിയ മാറ്റർ. അതായത് ഞാൻ പറഞ്ഞു, ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് സ്കള്ളിനുള്ളിലാണ്. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് ക്രേനിയൽ മെനിഞ്ചസ് എന്ന് പറയുന്നത്.
പിന്നീട് നമ്മൾ പറഞ്ഞ എന്താ, ഈ ക്രേനിയൽ മെനിഞ്ചസ് തന്നെ 3 ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ, മിഡിൽ ലെയർ, ഇന്നർ ലെയർ. ഔട്ടർ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്യൂറാ മാറ്റർ, മിഡിൽ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് അരക്നോയിഡ്, ഇന്നർ ലെയറിനെ വിളിക്കുന്ന പേര് പിയ മാറ്റർ. അപ്പൊ ഇന്നർ ലെയറിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ബ്രെയിൻ ടിഷ്യൂ ആയിട്ട് അത്രത്തോളം അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അത്രത്തോളം അടുത്ത് നിൽക്കുമല്ലേ, ഇന്നർ ലെയർ അല്ലേ അത് ഓർത്ത് വെച്ചിരിക്കണം, പിയ മാറ്റർ. ഇനി ബ്രെയിനെ പ്രധാനമായും നമുക്ക് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ബ്രെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 മേജർ പാർട്സ്: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ബ്രെയിനെ നമ്മൾ പ്രധാനമായിട്ട് എത്ര ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേ? 3 ആയിട്ട്. ഏതൊക്കെയാ? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഇനി ഇവ ഓരോന്നും നമുക്ക് നോക്കാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പം അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കിക്കോളുക കേട്ടോ. അതാണ്, ഇതാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു ഫിഗർ. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് ഉള്ള ആൾക്കാരൊന്നും ഇപ്പം ഞാൻ പറയണില്ല. അതെ, ഇവിടെ നിങ്ങൾക്ക് ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. അതെ, ഇവിടെ മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം, ഹൈൻഡ് ബ്രെയിനും ഉണ്ട്. അപ്പം അതിനകത്തുള്ള ആൾക്കാർ നമ്മൾ പഠിക്കും ഏതൊക്കെയാണ്. ഇപ്പോൾ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ, ഇങ്ങനെ 3 ആയിട്ടാണ് ബ്രെയിനിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തത് ഫോർ ബ്രെയിൻ. അപ്പം നോക്കി, ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. അപ്പൊ ഫോർ ബ്രെയിനകത്ത് അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഏതൊക്കെ? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, ഇവ 3 പേര്. അപ്പൊ നമുക്ക് നോക്കാം ആ ഭാഗങ്ങൾ. ആണ്ട് ഇതല്ലേ ഫോർ ബ്രെയിൻ ഇവർ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ആണ്ട് ഇത് സെറിബ്രം വന്നു, സെറിബ്രം കണ്ടു, ഇതല്ലേ സെറിബ്രം. പിന്നെന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞിരിക്കുന്ന ഭാഗം അവർ പറഞ്ഞിരിക്കുന്നത് തലാമസും ഹൈപ്പോതലാമസും കണ്ടേക്കാം. താണ്ടേ ഈ ഒരു പോർഷൻ, ദിസ് ഇസ് ദ തലാമസ്. അതിന് താഴെ വരുന്ന പോർഷനാണ് ഹൈപ്പോതലാമസ്. അപ്പൊ ഏതൊക്കെ വരും? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, ഇത്രയും കൂടി ചേരുന്നതാണ് ഏതെന്ന് പറയാ? ഫോർ ബ്രെയിൻ. അപ്പൊ ഫോർ ബ്രെയിൻ കൺസിസ്റ്റിംഗ് ഓഫ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. അടുത്ത നോക്കേ, സെറിബ്രം ഫോംസ് ദ മേജർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ ഏറ്റവും കൂടുതലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഏതാ? സെറിബ്രമാ. നോക്കുക, ഇതില്ലേ മക്കളെ സെറിബ്രം, ഇത്രയും ഉണ്ടല്ലേ. അപ്പൊ മേജർ പോർഷൻ, ഹ്യൂമൻ ബ്രെയിനിന്റെ മേജർ പോർഷൻ, കൂടുതലുള്ള ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അപ്പൊ പോയിന്റ് കിട്ടിയല്ലോ. അടുത്ത് നോക്കി, എ ഡീപ്പ് ക്ലഫ്റ്റ് ഡിവൈഡ് ദ സെറിബ്രം ലോങ്ജിറ്റ്യൂഡിനലി ഇൻടു 2 ഹാഫ്സ്. അതായത് ആ സെറിബ്രം എന്ന് പറഞ്ഞ ഭാഗമില്ലേ, അതിലൂടെ കടന്നു പോകുന്ന വലിയൊരു വിടവ്, അല്ലെങ്കിൽ വെട്ടെന്ന് വേണം നിങ്ങൾക്ക് പറയാം. അപ്പൊ ആ ഒരു വിടവുണ്ട്. ആക്ച്വലി ആ വിടവ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സെറിബ്രം എന്ന് പറയുന്ന ലോങ്ജിറ്റ്യൂഡിലാട്ടോ ആ ഒരു വിടവ് വന്നേക്കുന്നത്. അതുകൊണ്ട് ആ സെറിബ്രം തന്നെ എത്ര ആയിട്ട് നമുക്ക് പറയാം? 2 ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. കാരണം ഒരു വിടവുണ്ട്, അത് സെറിബ്രത്തെ 2 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2 പകുതികളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വിച്ച് ആർ ടേംഡ് ആസ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ. അപ്പൊ നമുക്ക് പറയാം സെറിബ്രത്തിൽ നിന്ന് ലോങ്ജിറ്റ്യൂഡിനലി ഒരു വിടവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെറിബ്രം 2 പാർട്ടായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്താ? റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ എന്നും ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ. The hemispheres are connected by a tract of nerve fibers. അപ്പൊ ഈ പറയുന്ന 2 ഹെമിസ്ഫിയേഴ്സിനെയും തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് നെർവ് ഫൈബേഴ്സ് ഉണ്ടാവും അവിടെ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കോർപ്പസ് കലോസം. അത് മറന്നു പോരുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിനെയും ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറിനെയും തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ആ നെർവ് ട്രാക്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കോർപ്പസ് കലോസം എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. The layer of cells which covers the cerebral hemisphere is called the cerebral cortex and it is thrown into prominent fold. അപ്പൊ ഈ പറയുന്ന സെറിബ്രത്തിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന സെല്ലുകൾ ഉണ്ടാവില്ലേ? ആ സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കവർ ചെയ്തുകൊണ്ട് കുറേയധികം സെല്ലുകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയാം. എന്താ വിളിക്കുക? സെറിബ്രൽ കോർട്ടെക്സ്. നമ്മൾ ഈ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ധാരാളം മടക്കുകൾ ഉണ്ടാവും. പ്രോമിനന്റ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുന്ന മടക്കുകൾ. അത് ഇതാണ് സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. കണ്ടോ? സെറിബ്രൽ ഹെമിസ്ഫിയർ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സെല്ലുകൾ ഉണ്ടെന്ന് പറയുന്നത് ഇതാണ് കോർട്ടെക്സ് റീജിയൻ എന്ന് പറയാം. അപ്പോൾ ആ കോർട്ടെക്സ് റീജിയൻ നമ്മൾ പരിശോധിച്ചാൽ അവർ ഒരുപാട് ഇങ്ങനെ മടക്കുകൾ നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് മടക്കുകൾ നിങ്ങൾക്ക് കാണാം, പ്രൊമിനന്റ് ഫോൾഡുകൾ ഉണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. The cerebral cortex is referred to as the gray matter due to its grayish appearance. Cerebral cortex-നകത്ത് എന്താണ്? ഗ്രേയിഷ് അപ്പിയറൻസ് ആണ് അതിനുള്ളത്, ഒരു ഗ്രേ കളറാണുള്ളത്. കാരണം അത് ഗ്രേ മാറ്റർ ആണ് അവിടെ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രേയിഷ് അപ്പിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തെ നമ്മൾ എന്താ വിളിക്കുക? ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നു.
The neuron cell bodies are concentrated here, giving the color. അപ്പൊ ഈ ഒരു ഗ്രേ കളർ കൊടുക്കാനുള്ള കാരണം ന്യൂറോണിന്റെ സെൽ ബോഡീസ് ആണ് ആ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. The cerebral cortex contains motor areas, sensory areas and large regions that are neither clearly sensory nor motor in function. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. സെറിബ്രൽ കോർട്ടെക്സിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നാ പറയണേ? മോട്ടോർ ഏരിയ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. മോട്ടോർ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് സെൻസറി ഏരിയ ആണ്. പിന്നീട് ലാർജ് റീജിയൻസ് ഉണ്ടാവും. അപ്പൊ മോട്ടോർ ഏരിയ, സെൻസറി ഏരിയ, പിന്നെ ലാർജ് റീജിയൻ ഉണ്ട്. ആ ലാർജ് റീജിയന്റെ പ്രത്യേകത എന്താ നോക്കി? ദേ ആർ നെയ്തർ ക്ലിയർലി സെൻസറി നോർ മോട്ടോർ ഇൻ ഫംഗ്ഷൻ. അതായത് ക്ലിയർലി സെൻസറി ആണെന്നോ മോട്ടോർ ഇൻ ഫംഗ്ഷനോ ചെയ്യുന്നതെന്നൊക്കെ പറയാൻ പറ്റാത്ത ഒരു ലാർജ് റീജിയൻ കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ 3 റീജിയൻസ് വരുന്നതാണ് ഏതെന്ന് പറയാ? സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയണേ. ആൻഡ് ദീസ് റീജിയൻസ് കോൾഡ് ആസ് ദ അസോസിയേഷൻ ഏരിയ. അതുകൊണ്ട് തന്നെ ഈ റീജിയനുകളെ എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു പേര് വിളിക്കാം. ദേ ആർ കോൾഡ് ആസ് അസോസിയേഷൻ ഏരിയ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സെറിബ്രൽ കോർട്ടെക്സിൽ നമ്മൾ ഈ പറഞ്ഞ മോട്ടോർ ഏരിയ, സെൻസറി ഏരിയ, ഇത് രണ്ടിലും വരാത്ത ലാർജ് ഏരിയസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവയെല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരെന്താ? അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നു. And these association areas are responsible for complex functions like intersensory associations, memory and communication. ഈ പറയുന്ന അസോസിയേഷൻ ഏരിയയുടെ ഫംഗ്ഷനാണ് നമ്മൾ പറയണേ. എന്തിനൊക്കെ സഹായിക്കുന്നത്? ഇന്റർസെൻസറി അസോസിയേഷന് സഹായിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ സെൻസ് ഓർഗൻസ് ബോഡിക്കകത്ത് അല്ലെങ്കിൽ ഇന്റീരിയർ ആയിട്ട് സെൻസറി അസോസിയേഷന് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ? മെമ്മറി അല്ലേ? പിന്നെ ഏതാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, മെമ്മറി ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഇന്റർസെൻസറി ഫംഗ്ഷൻ വേണ്ടി അല്ലെങ്കിൽ അസോസിയേഷന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറയാ? ഈ ഉള്ള അസോസിയേഷൻ ഏരിയ. അസോസിയേഷൻ ഏരിയ ഇവിടെ കാണുക സെറിബ്രൽ കോർട്ടെക്സിലാണ് കാണുന്നത്. Fibers of the tracts are covered with the myelin sheath which constitute the inner part of the cerebral hemisphere. നമ്മൾ നേരത്തെ പറഞ്ഞ സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ പുറം ഭാഗം അതല്ലായിരുന്നു നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിച്ചേ. അത് ഗ്രേഷ് അപ്പിയറൻസ് ആ. കാരണം മൈലിൻ ഷീത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അല്ലേ? അതേസമയം ഈ പറയുന്ന സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഉൾവശം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ നെർവ് ഫൈബറിനെയൊക്കെ ചുറ്റിക്കൊണ്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? മൈലിൻ ഷീത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നാണ് വിളിക്കുക. നമ്മൾ നേരത്തെ മൈലിൻ ഷീത്ത് ഇല്ലാത്തൊരു ഭാഗം അല്ലായിരുന്നു പുറം വശം. ദാറ്റ് ഈസ് സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഔട്ടർ ഭാഗം, ദാറ്റ് ഈസ് ദ കോർട്ടെക്സ് റീജിയൻ. അത് നമ്മൾ എന്താ വിളിച്ചത്? ഗ്രേ മാറ്റർ എന്നാ വിളിച്ചത്. ഇവിടെ നമ്മൾ പറയുന്നത് സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇന്നർ വശം എന്ന് പറയുമ്പോൾ അവിടെയുള്ള നെർവ് ഫൈബേഴ്സിനുള്ളിൽ എല്ലാം മൈലിൻ ഷീത്ത് ഉണ്ടാവും. മൈലിൻ ഷീത്ത് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ എന്ന് പറയാം. വൈറ്റ് അപ്പിയറൻസിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് അതിന് നമുക്ക് എന്ത് വിളിക്കേണ്ടതായിട്ട് വരുന്നത്? വൈറ്റ് മാറ്റർ. മറന്നു പോകരുത്, ആ ഒരു വ്യത്യാസമുണ്ട്. സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഔട്ട്സൈഡ് ഗ്രേ മാറ്ററും ഇൻസൈഡ് വൈറ്റ് മാറ്ററും ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. The cerebrum wraps around a structure called thalamus. അപ്പൊ നമ്മൾ നേരത്തെ ഫിഗർ കണ്ടിരുന്നു അല്ലേ? നോക്കി, ഈ ഒരു ഫിഗർ നോക്കുക. സെറിബ്രം എന്ന് പറയുന്നത് തലാമസിനെ ചുറ്റിയല്ലേ കാണുന്നത്? ദിസ് ഇസ് തലാമസ്. ഈ ഒരു റീജിയൻ ആണ് തലാമസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തലാമസിനെ ചുറ്റി റാപ്പ് ചെയ്ത് ചുറ്റിയിട്ടാണ് ആരെ കാണപ്പെടുന്നത്? സെറിബ്രത്തെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് തലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. നോക്കാം. The cerebrum wraps around a structure called thalamus, which is a major coordinating center for sensory and motor signaling. അപ്പൊ നമ്മുടെ ബോഡിയിലെ സെൻസറി സിഗ്നലിങ്ങിനും മോട്ടോർ സിഗ്നലിങ്ങിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയാ? തലാമസ്. അപ്പൊ തലാമസിന്റെ ഫംഗ്ഷൻ എന്താന്ന് നോക്കി? ഇസ് എ കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. സെൻസറി സിഗ്നലിങ്ങിനും മോട്ടോർ സിഗ്നലിങ്ങിനും സഹായിക്കുന്ന കോർഡിനേറ്റിംഗ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് തലാമസ് എന്ന് പറയുന്നത്. അനദർ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കോൾഡ് ഹൈപ്പോതലാമസ്. നമ്മുടെ ഫോർ ബ്രെയിൻ്റെ അല്ലെങ്കിൽ ബ്രെയിൻ്റെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഹൈപ്പോതലാമസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോർ ബ്രെയിനിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്: സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. അതിൽ സെറിബ്രവും തലാമസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് ലൈസ് അറ്റ് ദ ബേസ് ഓഫ് ദ തലാമസ്. തലാമസിന് തൊട്ട് താഴെയായിട്ട് ബേസിലായിട്ടാണ് ഹൈപ്പോതലാമസ് കാണപ്പെടുന്നത്. ഫിഗർ നോക്കി, ഇതാണ് തലാമസ്. ഈ തലാമസിന് താഴെ ഇതാണ് ഏതെന്ന് പറയാ? ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. കണ്ടോ? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. The hypothalamus contains a number of centers which control body temperature, urge for eating and drinking.
അപ്പൊ ഈ പറയുന്ന ഹൈപ്പോതലാമസിനുള്ളിലാണ് നമ്മുടെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന ഡ്രിങ്കിങ്, ദാഹം, വിശപ്പ് തുടങ്ങിയ ആ ഒരു ഏർജ്, ഒരു തോന്നലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ, ടെൻഡൻസി ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നതും ആര് തന്നെയാണ്? ഈ ഒരു ഹൈപ്പോതലാമസ് ആണ്. Then it also contains several groups of neurosecretory cells. ഹൈപ്പോതലാമസിൽ ധാരാളം ന്യൂറോസെക്രീറ്ററി സെല്ലുകളുണ്ട്. ഈ ന്യൂറോസെക്രീറ്ററി സെല്ലുകൾ, ഹൈപ്പോതലാമസിലുള്ള ന്യൂറോസെക്രീറ്ററി സെല്ലുകൾ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ഇറ്റ് സെക്രീറ്റ് ഹോർമോൺസ് ആൻഡ് ദേ ആർ കോൾഡ് ആസ് ഹൈപ്പോതലാമിക് ഹോർമോൺസ്. ഹൈപ്പോതലാമസിലെ ന്യൂറോസെക്രീറ്ററി സെല്ലുകൾ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുകയും ഈ ഹോർമോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോതലാമിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. The inner parts of cerebral hemispheres and a group of associated deep structures like a amygdala, hippocampus, etc. form a complex structure called the limbic lobe or limbic system. അപ്പോൾ അടുത്തൊരു ഭാഗത്തെ കുറിച്ച് പറയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇന്നർ ഭാഗവും, നോക്കിയേ, ഇന്നർ പാർട്ട് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയർ, സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇന്നർ ഭാഗവും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഡീപ് സ്ട്രക്ചേഴ്സ്, അവിടെ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെ വരുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, സച്ച് ആസ് അമിഗ്ഡാല, ഹിപ്പോകാമ്പസ്. ഇവയെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് ബ്രെയിനിൽ. അതിനെ വിളിക്കുന്ന പേരാണ് ലിംബിക് സിസ്റ്റം അഥവാ ലിംബിക് ലോബ്. അപ്പൊ എന്താണ് ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ ലിംബിക് ലോബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ ഇന്നർ ഭാഗങ്ങളും അമിഗ്ഡാലയും ഹിപ്പോകാമ്പസും ഒക്കെ ചേർന്ന് വരുന്ന ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലിംബിക് സിസ്റ്റം അഥവാ ലിംബിക് ലോബ് എന്ന് വിളിക്കുക. Along with the hypothalamus, it is involved in the regulation of sexual behavior, expression of emotional reactions, example, excitement, pleasure, rage and fear and motivation. അതായത് ഹൈപ്പോതലാമസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ലിംബിക് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ടെന്ന് നോക്കി, എന്തൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ബീങ്സിലെ സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇമോഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്, അല്ലേ? പേടി, ദേഷ്യം, പിന്നെ നമ്മൾ ചില കാര്യങ്ങളിലേക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ പ്ലഷർ, സന്തോഷം ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ മോട്ടിവേറ്റ് ആകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഇമോഷണൽ റിയാക്ഷൻസ് സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ഹൈപ്പോതലാമസിനോടൊപ്പം ചേർന്നുകൊണ്ട് ലിംബിക് ലോബുകൾ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോണത് രണ്ടാമത്തെ പാർട്ട് ബ്രെയിനിലെ, ദാറ്റ് ഈസ് മിഡ് ബ്രെയിൻ. അപ്പൊ നമ്മൾ ഫോർ ബ്രെയിൻ പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കുന്നത് എന്താ? മിഡ് ബ്രെയിനെ കുറിച്ചാ. നോക്കാം. The midbrain is located between the thalamus or hypothalamus of the forebrain and pons of the hindbrain. അപ്പൊ മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ മിഡിൽ എന്നൊരു അർത്ഥമുണ്ട്, അല്ലേ? നടുക്ക് വരുന്ന എന്നൊരു അർത്ഥമുണ്ട്, അല്ലേ? അപ്പൊ മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ആർക്കും ഇടയിലാണെന്ന് നോക്കേ. ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ തലാമസ് അല്ലെങ്കിൽ ഹൈപ്പോതലാമസിനും, ഫോർ ബ്രെയിനിലെ തലാമസ് അല്ലെങ്കിൽ ഹൈപ്പോതലാമസിനും ഹൈൻഡ് ബ്രെയിനിന്റെ പോൺസിനും ഇടയിലായിട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഫോർ ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും ഇടയിലായിട്ടാണ് ആര് വരുന്നത്? ഈ പറയുന്ന മിഡ് ബ്രെയിൻ വരുന്നത്. A canal called the cerebral aqueduct passes through the midbrain. അപ്പൊ മിഡ് ബ്രെയിനിലൂടെ ഒരു കനാൽ പോകുന്നുണ്ട്, ഒരു കനാൽ ലൈക്ക് സ്ട്രക്ചർ പോകുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സെറിബ്രൽ അക്യൂഡക്റ്റ് എന്ന് വിളിക്കും. സെറിബ്രൽ അക്യൂഡക്റ്റ് എവിടെ കാണുന്നതാണ്? മിഡ് ബ്രെയിനിൽ. എന്താണ് സെറിബ്രൽ അക്യൂഡക്റ്റ്? ഇറ്റ് ഇസ് എ കനാൽ ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ മിഡ് ബ്രെയിൻ. The dorsal portion of the midbrain consists mainly of four round swellings or four round lobes. They are called corpora quadrigemina. അപ്പൊ മിഡ് ബ്രെയിനിന്റെ ഡോർസൽ ഭാഗത്ത് 4 റൗണ്ട് ഷേപ്പിലുള്ള ലോബുകൾ പോലെ അല്ലെങ്കിൽ സ്വെല്ലിങ്സ്, ഉരുണ്ടുള്ള 4 സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജമിന. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിന്റ്, മിഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഫോർ ബ്രെയിനിനെയും അതോടൊപ്പം തന്നെ ഹൈൻഡ് ബ്രെയിനും ഇടയിലായിട്ട് വരുന്നതാണ്. അതായത് എടുത്തു പറയുവാണെങ്കിൽ തലാമസ് ഓർ ഹൈപ്പോതലാമസിനും പിന്നെ പോൺസിനും ഇടയിലായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയാ? മിഡ് ബ്രെയിൻ. പിന്നെ അവിടെ ഒരു മിഡ് ബ്രെയിനിൽ ഒരു കനാൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും, അതിനെ സെറിബ്രൽ അക്യൂഡക്റ്റ് എന്ന് വിളിക്കുന്നു. മിഡ് ബ്രെയിനിന്റെ ഡോർസൽ ഭാഗത്ത് 4 റൗണ്ട് സ്വെല്ലിങ്സ് അല്ലെങ്കിൽ 4 റൗണ്ട് ലോബുകൾ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജമിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിഡ് ബ്രെയിൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തതാണ് ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിനെ കുറിച്ച് നോക്കാം. ദ ഹൈൻഡ് ബ്രെയിൻ കംപ്രൈസസ് പോൺസ്, സെറിബെല്ലം ആൻഡ് മെഡുല്ല.
ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ മെഡുല്ല എന്ന് പറഞ്ഞ ഭാഗത്തെ പിന്നെ എന്തെന്നും അറിയപ്പെടുന്നുണ്ട്, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, ഹൈൻഡ് ബ്രെയിനിൽ 3 ഭാഗങ്ങൾ വരുന്നുണ്ട്: പോൺസ്, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ അല്ലെങ്കിൽ മെഡുല്ല. പോൺസ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്ട് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. അപ്പൊ എന്താ ഈ പോൺസ് എന്ന് പറഞ്ഞ ഭാഗം? പോൺസ് എന്ന് പറഞ്ഞ നെർവ് ഫൈബേഴ്സിന്റെ ഒരു കൂട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതായത് ബ്രെയിനിന്റെ വിവിധ ഭാഗങ്ങളെ കണക്ട് ചെയ്ത് വരുന്ന നെർവ് ഫൈബർ ട്രാക്ടുകളാണ് ആക്ച്വലി എന്തെന്ന് പറയാ, പോൺസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഭാഗങ്ങളല്ല, ഭാഗം. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കി, ഹാസ് വെരി കൺവല്യൂട്ടഡ് സർഫേസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ദ അഡീഷണൽ സ്പേസ് ഫോർ മെനി മോർ ന്യൂറോൺസ്. ഇപ്പൊ മക്കളെ സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗം നിങ്ങളത് കാണണം. കാരണം ഇതാണ് സെറിബെല്ലം അല്ലെ. അപ്പൊ സെറിബെല്ലം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ നോക്കുമ്പോൾ കണ്ട, ഈ ഒരു ഏരിയ സെറിബെല്ലം. അപ്പൊ ഈ സെറിബെല്ലം എന്ന് പറയുന്ന ഭാഗം നോക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് ഇതുപോലുള്ള കൺവല്യൂഷൻസ് ഉണ്ട്, എല്ലാം നല്ലതായിട്ട് മടങ്ങിയല്ലേ നമ്മൾ കാണും. ഇപ്പൊ ഇതുപോലത്തെ കൺവല്യൂട്ടഡ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അവിടെ എന്താ, ഒരുപാട് ന്യൂറോണുകളെ ഉൾക്കൊള്ളാനായിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കൺവല്യൂഷൻസ് നമുക്ക് സെറിബെല്ലത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ദ മെഡുല്ല ഓഫ് ദ ബ്രെയിൻ ഈസ് കണക്റ്റഡ് ടു ദ സ്പൈനൽ കോഡ്. അത് പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഹൈൻഡ് ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ആ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്തുമായിട്ട് കണ്ടിന്യൂ ചെയ്യണമല്ല, കണക്ട് ചെയ്തിട്ടുണ്ട് സ്പൈനൽ കോഡുമായിട്ട്. ദ മെഡുല്ല കണ്ടെയ്ൻസ് സെന്റേഴ്സ് വിച്ച് കൺട്രോൾ റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലെക്സസ്, ഗ്യാസ്ട്രിക് സെക്രീഷൻസ് എക്സെട്ര. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ എന്തൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്? റെസ്പിറേഷൻ, നമ്മുടെ ബ്രീതിങ്, ആ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബ്ലഡ് വെസലുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാർഡിയോവാസ്കുലർ റിഫ്ലെക്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡൈജഷനുമായി ബന്ധപ്പെടുത്തി ഗ്യാസ്ട്രിക് സെക്രീഷൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻവോളണ്ടറി ആക്സസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മെഡുല്ല ഒബ്ലോങ്കേറ്റ സഹായിക്കുന്നുണ്ട്. 3 മേജർ റീജിയൻസ് മേക്ക് അപ്പ് ദ ബ്രെയിൻ സ്റ്റെം. അങ്ങനെയാണെങ്കിൽ എന്താണ് ബ്രെയിൻ സ്റ്റെം? അപ്പൊ ബ്രെയിൻ സ്റ്റെമ്മിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്. ആരൊക്കെയാന്ന് നോക്കിയേ, മിഡ് ബ്രെയിൻ, പോൺസ്, അതോടൊപ്പം തന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇവ 3ഉം കൂടി ചേരുന്നതാണ് ഏതെന്ന് പറയാ, ബ്രെയിൻ സ്റ്റെം. മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഏതൊക്കെ ഭാഗങ്ങളാണ്? മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്നിവ ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റെം ഫോംസ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ആക്ച്വലി ഈ പറയുന്ന ബ്രെയിൻ സ്റ്റെം ആണ് ബ്രെയിനും സ്പൈനൽ കോഡും തങ്ങൾ ഒരു കണക്ഷൻ ഫോം ചെയ്യണത്. നമുക്കറിയാം മെഡുല്ല നേരത്തെ കണ്ടിന്യൂ ചെയ്ത് സ്പൈനൽ കോഡായിട്ട് മാറുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ ബ്രെയിനും സ്പൈനൽ കോഡും തങ്ങൾ ഒരു കണക്ഷൻ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത് ആരാണ്? ബ്രെയിൻ സ്റ്റെം ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വേണ്ടുന്നത്, അല്ലെ പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക് എന്താന്ന് നോക്കി. You must have experienced a sudden withdrawal of a body part which comes in contact with objects that are extremely hot, cold, pointed or animals that are scary or poisonous. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും പൊതുവെ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ചൂടുള്ള വസ്തുവിനെ പോയി നമ്മൾ തട്ടുകയാണ്, പെട്ടെന്ന് കൈ പിൻവലിക്കും. തണുപ്പിലായാലും അതുപോലുള്ള നമ്മൾ എന്തെങ്കിലും റെസ്പോൺസ് കാണിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന മുള്ളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാൽ പെട്ടെന്ന് നമ്മൾ കൈയോ കാലോ വലിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന ആരെങ്കിലും വന്ന് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ ഇതെന്തെങ്കിലും വളരെ പെട്ടെന്നുള്ള റെസ്പോൺസ് നമ്മൾ കാണിക്കുന്നത്, അതെങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യപ്പെടുന്നത്, അതെങ്ങനെയാണ് നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. The entire process of response to a peripheral nervous system stimulation that occurs involuntarily, that is without conscious effort or thought and requires the involvement of a part of the central nervous system is called a reflex action. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മനഃപൂർവ്വം അല്ലാതെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രോസസ്സുകൾ നടക്കുകയാണെങ്കിൽ അതിനെതിരെ നമ്മുടെ ബോഡി ഉറപ്പായിട്ട് ഒരു ആക്ഷൻ കാണിക്കും. നമ്മൾ പോലും അറിയുന്നില്ല, ഇൻവോളണ്ടറി നമ്മൾ പ്രതികരിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു പ്രതികരണത്തെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദ എൻറ്റയർ പ്രോസസ് ഓഫ് റെസ്പോൺസ് ടു എ പെരിഫറൽ നെർവസ് സ്റ്റിമുലേഷൻ. ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസിനെതിരെ നമ്മൾ ഉറപ്പായിട്ടും അറിയാതെ തന്നെ ഇൻവോളണ്ടറിലി നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുക. അപ്പൊ ഈ റിഫ്ലെക്സ് ആക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അവരാണത് കൺട്രോൾ ചെയ്യുന്നത്, റിഫ്ലെക്സ് ആക്ഷനെ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. The reflex pathway comprises at least one afferent neuron, that is the receptor, and one efferent neuron, that is the effector, approximately arranged in a series. അപ്പോൾ റിഫ്ലെക്സ് പാത്വേ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ട് ഒരു അഫറന്റ് ന്യൂറോണും ഒരു ഇഫറന്റ് ന്യൂറോണും ഉണ്ടാകും.
അഫറന്റ് ന്യൂറോണിനെ നമ്മൾ റിസപ്റ്റർ എന്നും ഇഫറന്റ് ന്യൂറോണിനെ നമ്മൾ ഇഫക്ടർ അഥവാ എക്സൈറ്റർ എന്നും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഇനി അടുത്ത പോയിന്റ് നോക്കേ. The afferent neuron receives signal from a sensory organ, transmits the impulse via a dorsal nerve route into the central nervous system. അതായത് അഫറന്റ് ന്യൂറോണിനെ കുറിച്ചാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ 2 ന്യൂറോണുകൾ ആവശ്യമുണ്ട് റിഫ്ലെക്സ് പാത്വേക്ക്. ഒന്ന് അഫറന്റ് ന്യൂറോണും ഒന്ന് ഇഫറന്റ് ന്യൂറോണും. അതിൽ അഫറന്റ് ന്യൂറോൺ എന്താ ചെയ്യുന്നതെന്ന് നോക്കേ. അഫറന്റ് ന്യൂറോൺ റിസീവ്സ് സിഗ്നൽ ഫ്രം എ സെൻസറി ഓർഗൻ. അതായത് ഒരു സെൻസറി ഓർഗൻ അല്ലെ സെൻസ് ഓർഗനിൽ നിന്നും സിഗ്നൽസിനെ സ്വീകരിക്കുന്ന ആളാണ് അഫറന്റ് ന്യൂറോൺ. എന്നിട്ട് ഈ സിഗ്നൽസിനെ ആർക്ക് കൊടുക്കുമെന്നാ പറയണേ? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊടുക്കും. എന്ത് വഴിയെന്ന് എടുത്തു പറയുന്നുണ്ട്. വയ ഡോർസൽ നെർവ് റൂട്ട്. ഡോർസൽ നെർവ് റൂട്ട് എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡിന്റെ ഡോർസൽ നെർവ് റൂട്ട് വഴിയാണ് ഇത് എവിടേക്ക് എത്തിക്കുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു ഭാഗമായ സ്പൈനൽ കോഡ് ഇപ്പൊ ഈ ഒരു റിഫ്ലെക്സ് ആക്ഷനിൽ പങ്കെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അഫറന്റ് ന്യൂറോണിന്റെ പ്രത്യേകത എന്താ? അഫറന്റ് ന്യൂറോൺ എന്താ ചെയ്തതെന്ന് നോക്കി. സെൻസറി ഓർഗനിൽ നിന്ന് ഇമ്പൾസിനെ സ്വീകരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് സ്പൈനൽ കോഡിന്റെ ഡോർസൽ റൂട്ട് വഴിയാണ് എത്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആള് ഇഫറന്റ് ന്യൂറോൺ. ഇഫറന്റ് ന്യൂറോൺ ക്യാരി ചെയ്യുന്ന എന്താന്ന് നോക്കി. സിഗ്നൽസ് ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും സിഗ്നൽസിനെ മേടിച്ചുകൊണ്ട് ഏതാണ് ഇഫക്ടർ പാർട്ട്. ഇഫക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് കാൽപാദത്തിലൊരു മുള്ളു കൊണ്ടു. പെട്ടെന്ന് ഞാൻ കാല് വലിക്കും. അപ്പൊ കാല് വലിക്കണമെങ്കിൽ കാലിലെ മസിൽസ് ആയിരിക്കും അവിടുത്തെ ഇഫക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെസ്സേജ് സെൻട്രൽ നെർവസിൽ നിന്നും കാല് വലിക്കും എന്നുള്ള മെസ്സേജ് എവിടേക്കാണ് എത്തേണ്ടത്? കാലിന്റെ മസിലുകളിലേക്കാണ്. അപ്പൊ ഇഫക്ടർ ഇവിടുത്തെ കാലിലെ മസിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ കയ്യിലാണെങ്കിൽ കയ്യിലെ മസിലായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇറ്റ് ക്യാരീസ് ഡിഫറന്റ് ന്യൂറോൺ ക്യാരി സിഗ്നൽസ് ഫ്രം എവിടെ നിന്ന് ഇങ്ങോട്ടാ? CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ഇഫക്ടർ ഓർഗനിലേക്കായിരിക്കും ആ മെസ്സേജിനെ കൊണ്ടു കൊടുക്കുന്നത്. The stimulus and response thus forms a reflex arc as shown below in the knee jerk reflex. അപ്പൊ ഈ പറഞ്ഞ സ്റ്റിമുലസും റെസ്പോൺസും വഴി ഈ ഒരു പാത്വേ ഫോം ചെയ്തില്ലേ? ഈ ഒരു പാത്വേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാം. സ്റ്റിമുലസും റെസ്പോൺസും കൂടെ കടന്നു പോകുന്ന ഈ ഒരു പാത്വേ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, റിഫ്ലെക്സ് ആക്ഷനിലെ ആ ഒരു പാത്വേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയാം. അപ്പൊ റിഫ്ലെക്സ് ആർക്ക് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊരു നീ ജെർക്ക് റിഫ്ലെക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് മുട്ട് മടങ്ങുന്നത്. എന്തായാലും ഒരു സ്റ്റിമുലസ് കിട്ടുന്നു, അതിനനുസരിച്ച് മുട്ട് ഇവിടെ മടങ്ങുന്നു. അപ്പൊ ആ ഒരു കേസ് അതാണ് നീ ജെർക്ക് റിഫ്ലെക്സ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്റ്റിമുലസ് ഇവിടെ എത്തുന്നു. അത് ആ സ്റ്റിമുലസിനെ എന്ത് സംഭവിക്കുക? അഫറന്റ് ന്യൂറോൺ അത് വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അതാണ്ട് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഡോർസൽ റൂട്ട് വഴി അവര് അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തുന്നു. എന്നിട്ട് അവിടെ നിന്നും മോട്ടോർ ന്യൂറോൺ, പിന്നെ അവിടെ ഇന്റർ ന്യൂറോണിന്റെ സഹായം ഉണ്ടല്ലോ, ഇന്റർ ന്യൂറോണിന്റെ സഹായത്തോടു കൂടി മോട്ടോർ ന്യൂറോണിൽ എത്തുന്നു. മോട്ടോർ ന്യൂറോൺ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ന്യൂറോണാണ്. അത് അവിടെ നിന്നും മെസ്സേജ് എന്ത് ചെയ്യാണ്? ഇഫക്ടർ ആണ് കാലിലെ മസിലിലേക്ക് എത്തിക്കുന്നു. അപ്പൊ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇവിടെ എന്താ? ഒരു പാത്വേ കാണാം അല്ലേ? അതായത് ഒരു സ്റ്റിമുലസ് വരുന്നു, അത് എന്ത് ചെയ്യാണ്? ആ ഒരു സെൻസറി ആ ഒരു പാർട്ടിൽ നിന്നും അഫറന്റ് ന്യൂറോൺ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഡോർസൽ റൂട്ട് വഴി ആ ഒരു പെർട്ടിക്കുലർ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തുന്നു. അത് ഇന്റർ ന്യൂറോൺ കണക്ട് ചെയ്യുന്നു. അത് മോട്ടോർ ന്യൂറോൺ വഴി അതിന്റെ ഇഫക്ടർ ഓർഗനിൽ എത്തുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പാത്വേ കണ്ടില്ലേ? ഈ പാത്വേനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ റിഫ്ലെക്സ് ആക്ഷനും റിഫ്ലെക്സ് ആർക്കും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും. റിഫ്ലെക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡാണ്. അപ്പൊ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പോകെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then thank you. Have a nice day.